ഈ പകലന്തിയോളയാൾക്ക് എന്താ പണി നീ അമ്മക്കറിയില്ല. ഒരു 10 മണിവരെ ഒരു മദ്രസിന് മര്യാദയ്ക്ക് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ഒരു ബുക്ക് പഠിപ്പിക്കണ ഏർപ്പാട് ഇയാൾക്കുണ്ടോ? പോകട്ടെ, ഒരു 10 മുത്തലിമീങ്ങളെ മുമ്പിൽ വെച്ചൊരു ദർസോതി കൊടുക്കണ ഏർപ്പാടുണ്ടോ? എന്നാ പോട്ടെ, 5 വഖത്ത് നിസ്കാരത്തിന് ഒരു പള്ളിക്ക് ഇമാമത്തുന്ന പരിചയമുണ്ടോ? എന്താ ഈ പകലന്തിയോളയാൾക്ക് പണിയുള്ളതാ? പണിയെടുക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. എന്താ അല്ലാഹു ആയാലും ഇസ്ലാമിന് വേണ്ടി ഇദ്ദേഹം ചെയ്യുന്ന തൊഴിലെന്താ, പണിയെന്താ, ഹിദമ എന്താ ഞങ്ങൾക്കറിയില്ല. അതേസമയത്ത് രാത്രികളിൽ ചിലയിടത്തൊക്കെ ചില വാലിയാൾ പറയാറുണ്ട്. അത് വാലിയാൾ മാത്രമല്ലല്ലോ പറഞ്ഞത്. ഇയാൾ എങ്ങനെ ഖുർആൻ പണ്ഡിതനായത്? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പറഞ്ഞത് ഖുർആനല്ലായിരുന്നോ? ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞത് ഖുർആനല്ലേ? ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കുളത്തങ്ങളുടെ സമുദായത്തിന് പറഞ്ഞു കൊടുത്തത് ഖുർആനല്ലേ? ഹദീസല്ലേ? അവർക്കാർക്കും കിട്ടാത്തൊരു ഖുർആൻ എവിടുന്ന് ഇയാൾക്ക് കിട്ടിയത്? അവർക്കാർക്കും പറയാത്തൊരു വയൽ എന്താ ഇയാൾ പറയുന്നത്? എന്റെ ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും ഒന്നും വിശ്വപ്രസിദ്ധരാകാതെ ഈ പോയത്തക്കാരൻ എങ്ങനെയാ സുഹൃത്തുക്കളെ വിശ്വപ്രസിദ്ധനായത്? ഇയാൾ എങ്ങനെയാ ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതനായത്? ഇയാൾക്ക് എന്താ പകലന്തിയോളം പണി? സമൂഹത്തോടും അനുയായിക്കുന്ന ആളുകളുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കി. AP ഉസ്താദിനെ പരിചയപ്പെടുത്തി നമ്മളൊരു ക്ലിപ്പ് ഇറക്കി. അതിന് AP ഉസ്താദ് ദർസെടുത്തതും പള്ളി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അതേസമയത്ത് ആരൊക്കെയോ വേറെ ചില ക്ലിപ്പ് ഇറക്കി. അതിലെന്താ ഉള്ളത്? അതിൽ അവരെ നേതാക്കന്മാരെന്താ ചെയ്യുന്നത്? എവിടെയില്ല. അവരെ നേതാക്കന്മാരെ പരിചയപ്പെടുത്തുന്ന ഏർപ്പാടില്ല. അവരെ നേതാക്കന്മാർക്ക് എന്താ പണിയൊന്നുമില്ല. ചങ്ങാതിമാരെങ്ങൾക്ക് അങ്ങനെ നിങ്ങളെ നേതാവിനൊരു പണിയോ പകലന്തിയോളം വല്ല പണി ഉണ്ടെങ്കിൽ അതൊന്ന് കാട്ടിക്കൊടുത്തുകൂടായിരുന്നു ആ ക്ലിപ്പിൽ. അതൊക്കെയല്ലേ ചെയ്യണ്ടേ? ഞങ്ങൾ അതല്ലേ ഡോക്യുമെന്ററിയും ക്ലിപ്പൊക്കെ ഇറക്കിയ കാട്ടിക്കൊടുക്കലേ? അപ്പൊ എന്താ ഖുർആൻ പണ്ഡിതനായി എങ്ങനെ കാന്തപുരം ഉസ്താദിനെ തെറി പറഞ്ഞപ്പോ ഈ സാമുദായികമായ ഐക്യത്തിന് കൂച്ചുവിലങ്ങിടാനും വിലങ്ങ് വെക്കാനും തയ്യാറായപ്പോ ഇയാൾ നേതാവാകുക. അങ്ങനെയാണ് ചേളാരി കമ്പനിയിൽ നേതാക്കൾ രൂപം കൊള്ളാറ്. അങ്ങനെയാണ് ചേളാരി കമ്പനിയിൽ നേതൃപാടവം സിദ്ധിക്കാറ്. ആർക്കാണോ തോന്നിയാസം പറയാൻ വെക്കുന്നത് അവരെ വലിയ നേതാവാക്കുന്നുള്ളതാണ്. ഇങ്ങനെ അദ്ദേഹം നേതാവായി ഖുർആൻ ക്ലാസ് നിൽക്കാൻ തുടങ്ങി. ഞാൻ ആലോചിച്ച് നോക്കി, പഠിച്ചോനെ, EK ഉസ്താദ് ഖുർആനും ദീനും പഠിപ്പിച്ച നാട്ടില് എന്താ അദ്ദേഹം പറയാത്തൊരു ദീൻ ഇയാൾ പറയുന്നത്? കണ്ണിയത്ത് ഉസ്താദ് പറയാത്തൊരു ദീൻ എന്താ ഇയാൾ പറയുന്ന? അപ്പൊ നന്നായി പരിശോധിച്ച് നോക്കുമ്പോ എന്താ നിങ്ങള്, അവരാരും ഈ കണ്ണൊട്ടം കളി കളിച്ചില്ല. മുമ്പ് മലപ്പുറം കാളിയാവ് ഭാഗത്തുനിന്ന് ഒരു കണ്ണൊട്ടം പരിപാടി ഇറങ്ങലുണ്ട്. അങ്ങനെ ഒരാളിങ്ങനെ പറയാം, വേറൊരാൾ പിന്നെ ഇങ്ങനെ താങ്ങിക്കൊടുക്കുക. അതിൽ കുറച്ച് വൃത്തികെട്ട ആക്ഷനുകളും കുറച്ച് കോമാളിക്കളികളൊക്കെ ഉണ്ടാവും. ഇതേ നമ്മൾ നോക്കിയിട്ട് അയാളെ ക്ലാസ്സിൽ ശംസുൽ ഉലമക്കും കണ്ണിയത്ത് ഉസ്താദൊന്നും പറയാത്ത പുതിയ ഏർപ്പാട് കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു കേസറ്റ് ഒരു 20 മിനിറ്റ് കേട്ടപ്പോ ഇതിനെന്തായി? അതിൽ ആശയം പറഞ്ഞതിനേക്കാളും പറയാനുള്ളത് ശ്രദ്ധിക്കണം, നോക്കണം, കാണണം. ഈ കണ്ടക്ടർമാര് ബസ് പറയണ മാതിരി. ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കി, സുബ്ഹാനല്ലാഹ്, എന്താ ഇയാൾ LKG കുട്ടിയാക്കാണോ ക്ലാസ് എടുക്കലെന്ന? ഒരു മണിക്കൂർ 20 മിനിറ്റ് അയാളെ പ്രസംഗം ശ്രദ്ധിച്ചപ്പോ കിട്ടിയതൊന്ന് കേട്ടോളി. അതിന്റെ മുമ്പ് ഇയാൾ ടൈല് പറയുന്നുണ്ട്, ഇന്നി അറാ റൂസൻ, ഞാൻ ചില തല കാണാം. എന്താ തല? അവർ നിത്യമായി അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുക. അപ്പൊ ഈ പൊലിപ്പിച്ച ഖുർആൻ ക്ലാസ്സിൽ ഇവർക്ക് നിത്യമായ പണി എന്താ? ഉറങ്ങ. ഞാൻ അങ്ങനെ ചില തല കാണുന്നുണ്ട്. എന്താ തലക്ക് വലിയ കോത്താമ്പി ഖുർആൻ ക്ലാസ്സിലുള്ള എന്താ ഉറങ്ങണ? ഇപ്പൊ പാട്ടിന്റെ സ്വരം നന്നായിട്ട് തന്നെയല്ലേ? മുമ്പൊരു കുട്ടി അമ്മ നല്ല പാട്ടുകാരിയെന്നൊക്കെ പറഞ്ഞ അച്ഛൻ മകനെ പാട്ടേക്കാൻ കൊണ്ടുപോയി. അങ്ങനെ പാട്ട് കുറെ കടന്നിട്ട് അമ്മ പാട്ടുകാരനെ കാണാനല്ല. അപ്പൊ കുട്ടി അച്ഛനോട് ചോദിച്ചതിന് എന്താ അച്ഛൻ അമ്മ പാടാത്തത്? അത് മോനെ, ഗാനമേളാകെ തല്ലിപ്പിരിയേണ്ട ഘട്ടെത്തിയാൽ ആൾക്കാരെ പിരിച്ചുവിടാന് പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചിട്ടും തീർന്നിട്ടില്ലെങ്കിൽ പിന്നെ അമ്മനെ കൊണ്ട് പാടിക്കലാണ്. ആ സ്വരം കേട്ട എല്ലാവരും പിന്നെ തടി ഒഴിവാക്കിപ്പോ. ഇതുപോലെ എന്താ നമ്മളെ ഈ മോലിയാര് ഇങ്ങനെ ക്ലാസ് എടുത്തിട്ട് ആൾക്കാർ ഉറങ്ങുക. അങ്ങനെ പുട്ടിന് തേങ്ങുന്ന മാതിരി കണ്ടക്ടർമാര് വേക്ക് കിക്കാൻ പറയുന്ന മാതിരി മുന്നിൽ കിക്കാൻ പറയുന്ന മാതിരി ഇയാളെ ക്ലാസ്സിൽ ഇപ്പൊ വേറെ ആലിമ്യങ്ങളെ ക്ലാസ്സിൽ ഇല്ലാത്തൊന്ന്. ഇവിടെ നമ്മളൊക്കെ വേല പറയുമ്പോ ഒന്ന് മയക്കമ മുട്ടും, അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയും. അത് കുറെ നേരം ഒരു വിഷയം കേൾക്കുമ്പോണ്ടാണ് അശ്രദ്ധ സ്വാഭാവിക. പക്ഷെ ഒരു 10-20 മിനിറ്റ് വേല കേൾക്കുമ്പോഴത്തേന് ഇങ്ങനെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തിനറിയുന്നത്? ഇയാൾ ഇതെന്തോ ആരും ദുനിയാവിൽ പറയാത്തൊരു സംഗതിയാ പറയുന്നതെന്ന് ആൾക്കാരെ പൊട്ടിസാക്കുക. അങ്ങനെ ഒരു 10 ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ പഠിച്ചോനെ, ഇത് ശംസുൽ ഉലമ പറഞ്ഞിട്ടില്ലട്ടോ, ഇത് കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞിട്ടില്ലട്ടോ. ആ മൂത്തേടാണെങ്കിലോ അയാൾ കണ്ണൊക്കെ ചിമ്പി മഹർഷിമാർക്ക് ഇല്ലാമുട്ടെന്ന് പറഞ്ഞ പോലെ അങ്ങനെ വിശ്വസിക്കുന്ന പോയത്തക്കാരെ മാതിരി ഇയാൾ കണ്ണൊക്കെ ചിമ്പിച്ചല്ലേ പറയുന്നതാണെങ്കിലോ ഒരു ഭയങ്കര സംഗതിയായിട്ട് തന്നെയാണ് ഇങ്ങനെ ആൾക്കാരെ പൊട്ടീസാക്കി ജീവിക്കാൻ തീരുമാനിച്ചൊരു സാധു. ശ്രദ്ധിക്കണം, ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാനാണ്. അല്ലെങ്കിൽ അങ്ങോട്ട് നോക്ക്. ചെവി തുറന്ന് കേൾക്കണേ. തുറന്ന് അയിനായ മസലെ പറയുന്നത്
ഉറങ്ങരുതേ. ഇനി അറാറു ഊസൻ, ഞാൻ ചില തലകൾ കണ്ടിട്ടാണ് അങ്ങനെ പറയുന്നത്. ചില തലകളൊക്കെ ഞാൻ കാണുന്നുണ്ട്, അവരവരുടെ നിത്യമായ കടമ നിർവഹിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുക. ഇതിപ്പോ പോയിട്ട് പിന്നെ മേപ്പോട്ടൊക്കെ ഇരുന്നിട്ട് കാര്യമല്ല. അള്ളാഹു ഈ ഹിദായത്ത് തന്നു ഈ സദസ്സിൽ എത്തിച്ചേരാൻ. ഇനി ചെവി തുറന്ന് കേൾക്കൂ. ഉറപ്പിക്കണ ഒരാളുണ്ട്, അത് രിദ്ധത്തിന് മൂക്കേറ് പിടിക്കുന്നവനാണ്. അംലാലഹും, മനുഷ്യന്മാരെ ചതിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇബ്ലീസ് ലഅനത്തുല്ലാഹ്. എങ്ങനെങ്കിലും ഈ പ്രസംഗം കേൾപ്പിക്കാതെ അവൻ ശ്രദ്ധിക്കും. എന്തുകൊണ്ട്? ആളുകളെ ദിവസം കാഫറാക്കലാണ് അവന്റെ താല്പര്യം. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ശ്രദ്ധിക്കുക. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. ഹബീബായ നബി പറഞ്ഞു, അലാ അദുല്ലുകും ബിഅഫ്ളല ദറജതൻ മിനസ്സലാത്തി വസ്സദഖതി വസ്സിയാം. സുന്നത്ത് നിസ്കാരത്തെക്കാൾ പ്രാധാന്യമുള്ള, ചെവി തുറപ്പിച്ച് കേൾക്കണേ, ചെവി തുറത്ത് കേൾക്കണേ, കേൾക്കരുത്, കേൾക്കി ശ്രദ്ധിക്കണം. ഒന്നും കൂടെ അങ്ങ് ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ബുദ്ധി മുഅ്മിനീങ്ങളെ, ഈമാൻ വേണ്ടവരെ, മുഅ്മിനീങ്ങളെ അല്ലാഹു മണക്കട്ടെ. ആമീന്ന് പറയാം. അപ്പൊ നോക്കിങ്ങള്, ഇതിപ്പോ ഞാനേ ഇവര് ചെയ്ത ചില കുതന്ത്രണ്ട് കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ. ഞാൻ ഒന്നുതില് കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ ഒരു വാക്ക് കൂട്ടിച്ചേർത്തിട്ടില്ല. ഒരു 20 മിനിറ്റ് ഇയാളെ കേസറ്റ് കേട്ട അതിന് കിട്ടുന്ന ആകെയുള്ള രത്ന ചുരുക്കപ്പതക്കി. എന്നിട്ടോ ജനങ്ങളെ മുമ്പിൽ ആഭാസകരമായി നാടകം കളിക്കാം. ഇവര് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനും താജുൽ ഉലമ തങ്ങളെയൊക്കെ വളരെ വികൃതമായി കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ വികൃതപ്പെടുത്തുന്നുണ്ട്. ഞാൻ ആ പണി ചെയ്യൂല. കാരണം അത് നമ്മളെ നേതാക്കന്മാരുടെ ശൈലി, നമ്മുടെ സംസ്കാരമല്ല. പക്ഷെ ഇയാൾ സമൂഹത്തിൽ ചില ആക്ഷൻ കാണിക്കുന്നുണ്ട്. അള്ളാന്റെ റഹ്മത്ത് നമുക്കൊക്കെ അറിയാം. അള്ള ചെയ്യുന്ന വലിയൊരു റഹ്മത്താണ് നമുക്ക് ശ്വാസയക്കാൻ കഴിയാന്നുള്ളത്. അത് പറഞ്ഞാൽ തന്നെ ശ്വാസം എന്ന് പറഞ്ഞാൽ അത് തിരിയാത്ത മനുഷ്യന്മാരുണ്ടോ? ഇയാൾ എന്നിട്ട് മൂക്കിന്റെ ഉള്ളിങ്ങനെ കാട്ടിക്കൊടുത്തിട്ട് ശ്വാസം കാട്ടിക്കൊടുക്കാം, ഒരു ആക്ഷന്റെ പോലെ. ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് ഇയാൾ വലിയ സംഗതിയായി തോന്നാണ്. എന്താപ്പാ ജഹാലത്തിന്റെ പേര് എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റഹ്മത്തില്ലെങ്കിൽ, അല്ലാഹുവിന്റെ റഹ്മത്തില്ല എങ്കിൽ, അല്ലാഹുവിന്റെ റഹ്മത്തില്ല എങ്കിൽ ന്ന് പറഞ്ഞാൽ തിരിഞ്ഞില്ല ചങ്ങായിമാരെ. ഈ LKG കുട്ടികളാ മുന്നിലുള്ളത്. അപ്പൊ എന്തിനാ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും? ഇനി നോക്കി നിങ്ങള്, കയ്യും കാലും പോയാന്ന് പറഞ്ഞാൽ തിരിയാത്ത മനുഷ്യന്മാരുണ്ടോ? അയാൾ കേട്ട് സൈക്കിൾ എടുത്ത് കൂടെ കണ്ടോളി. നിങ്ങൾ വെറുതെ ആയുധ ചെലവാക്കേണ്ട ചങ്ങായിമാരെ. ഇവിടെ ശംസുലമയും വരക്കലുമില്ലൊക്കെ തങ്ങളും AP ഉസ്താദും ഉള്ളാർത്തെ തങ്ങളും ഒക്കെ ഖുർആനത്തെ ഇൽമന്യ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത്. അത് മഹാന്മാരായ പണ്ഡിതന്മാര് ഇജ്തിഹാദ് ചെയ്തത് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. പക്ഷേ ഇയാളെ ആ നാടകങ്ങളെ വെറുതെ ഞാൻ കണ്ടിട്ടും പരിപാടി അറിയണം. ഇതൊക്കെ അയാൾ ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ സഹായത്തിലൊന്നുമില്ല. ആശിലായിരിക്കും. കയ്യും കാലും കൊയ്യാന്ന് അപ്പ പഠിപ്പിച്ചു കൊടുക്കുന്നത്. കയ്യെ മുറിച്ചുകളയാണ്. ഫാഷിലാവുക എന്ന് പറഞ്ഞാൽ കയ്യെ മുറിച്ചുകളയല്ല, കയ്യ് ഉണ്ട്. പക്ഷേ ഒരു ഗ്ലാസ് വെള്ളം പൊക്കാൻ പോലും നിങ്ങളിന്റെ ഒപ്പല്ലേ, നിങ്ങളിന്റെ ഒപ്പല്ലേ, നിങ്ങളിന്റെ ഒപ്പല്ലേ എന്നോട് ഉറക്കെ പറഞ്ഞേക്ക് ഇന്റെ ഒപ്പം ഉണ്ടല്ലോ. ശ്രദ്ധിക്കണം, തല പോകരുത്. വളരെ വലിയ ആശയം തന്നെയാണിത് പരിപാടി. ഇങ്ങനെയപ്പോ ഇത് വിശ്വപ്രസിദ്ധനായത്. മുമ്പ് കാലാവെന്ന് ഇറങ്ങി കുറച്ച് കണ്ണൊട്ടും കേസറ്റ് കേട്ടിട്ടില്ലെങ്കിൽ ഇതിലപ്പുറം എന്താ ഇതിന് പുതിയതായിട്ടുള്ളത്? ഇങ്ങനെ ഈ ഞാൻ വെറുതെ പറയില്ല. എന്നാ ഈ ശ്രദ്ധിക്കണം എന്നൊക്കെ ചിലപ്പോ ഗൗരവപ്പെട്ട വല്ല സംഗതിയും പറയുമ്പോ പറയേണ്ടി വരും. ഇയാൾ ഇങ്ങനെയൊക്കെ ഉരുട്ടിക്കൂട്ടി പറഞ്ഞു കൊടുക്കുന്ന ചില സംഗതികൾ എന്താ നിങ്ങള്? ഇയാളിപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കണ തീവണ്ടിന്റെ ബോഗിയാ. ഈ നാട്ടിലിപ്പോ പണ്ടൊക്കെ മുമ്പ് ബൈക്ക് ഇങ്ങനെ റോട്ടുമ്പോ കൂടെ പോയ അതാ പോണ ഒരു മനുഷ്യനെയും വലിച്ചൊരു ജന്തു പറഞ്ഞ കാലം വേണ്ടി. ഇപ്പൊ ഈ തീവണ്ടിയൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ? നോക്കി സഹോദരന്മാരെ, ഇയാളിങ്ങനെ തീവണ്ടി ഒരു ബോഗി മറ്റീമ കൊളുത്തിയിട്ട് ഇങ്ങനെ പോകുന്നൊക്കെ കെട്ടിമറിഞ്ഞ് മസിലുടിച്ച് പറഞ്ഞുകൊണ്ട് ഇയാൾ പറയാ. നിങ്ങൾക്ക് മനസ്സിലാണില്ലേ? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയത് കേട്ടോ. ഈ ഒരു തീവണ്ടിന്റെ ബോഗി എക്സാമ്പിൾ, ഒരു വണ്ടിയിൽ മൂന്നാമത്തെ ഒരു ബോഗിയുണ്ട്. മൂന്നാമത്തെ ബോഗിയെ രണ്ടാമത്തെ ബോഗിയിൽ കൊളത്തിയതാണ്. മനസ്സിലാവുന്നുണ്ടോ? മൂന്നാമത്തെ ബോഗിക്ക് ഇങ്ങനുണ്ട് 1, 2. മൂന്നാമത്തെ ബോഗിയെ രണ്ടാമത്തെ ബോഗിയിൽ കൊളത്തിയതാണ്. രണ്ടാമത്തെ ബോഗിയോടുള്ള ആ കൊളത്തൻ പോയാൽ പിന്നെ ഒന്നാമത്തിൽ ബാക്കിയാവുന്ന വിഡ്ഢി പോലും പറയില്ല. ഭയങ്കര പാക്കേജ് ഉണ്ടോ നിങ്ങൾക്ക്? റബ്ബേ, എന്താ നിങ്ങൾ മനുഷ്യന്മാരെ കാര്യം പറഞ്ഞിട്ട് മനസ്സിലാക്കാത്ത? മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ ഒന്നും കൂടി പറയാം, മനസ്സിലാക്കിയിട്ട് പോയാൽ മതി.
പിന്നെ മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നത് ഇത് ഗൗരവമുള്ള വിഷയമാണ് ഈ പറയുന്നത്. മനസ്സിലായില്ലേ? ഇതാണ് സഹോദരന്മാരെ വിഷയം. നിങ്ങൾ നോക്ക്, ഇങ്ങനൊരു സാധുവിനും താങ്ങി നടക്കാൻ മൂക്കില്ലാതെ ആയപ്പോ പിന്നെ കിട്ടിയ മുറിമൂക്കനെ കൊണ്ടുവരുന്നതല്ലേ? അതിലപ്പുറം ഇയാൾ എങ്ങനെ വിശ്വപ്രസിദ്ധനായി? ഇയാൾ എന്താ സമുദായത്തിൽ ചെയ്യുന്ന റോള്? പിന്നെന്താണ്? പറഞ്ഞു വലുതാക്കുക. ഇങ്ങനെ എന്തോ പറഞ്ഞു വലുതാക്കാൻ കാരണം ഇയാൾ കാന്തപുരസ്ഥാനെ കുറെ തെറി വരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇയാൾ ഈ സമുദായത്തിലുണ്ടാണ് ഐക്യത്തിന് പാരവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് അയാളെ കിട്ടും പറ്റും എന്ന് തോന്നിയപ്പോ ഇയാളെ നേതാവാക്കിയതാ വാളെടുത്തോലൊക്കെ വിളിച്ചപ്പാടെ. ഈ ഒരു സാഹചര്യം ഇങ്ങനെ ഈ ഒരു കണ്ണൊട്ടം പരിപാടിയെ സംബന്ധിച്ച് ഇവിടുത്തെ ചില പോയത്തക്കാരെ ഇവിടെ കണ്ടെന്ന് അങ്ങനെ ഇവിടെയൊക്കെ പള്ളികളും മദ്രസകളൊക്കെ ഇങ്ങനെ ഉലകം ചുറ്റുന്ന ചില സാധുക്കൾ ഉണ്ടെന്നാ പറയുന്നത്. അവരൊക്കെ അത് പരിചയപ്പെടുത്തുന്നതിനാ കേൾക്കണേ അള്ളാഹു ആലം. ഏതായാലും കരുവമ്പേൽക്കാരനായ ഒരു വഹാബി മൗലവിന്റെ കയ്യിൽ ക്ലിപ്പുള്ളതുകൊണ്ട് സാധു അനക്കൊക്കെ ഇത് ഇറക്കാൻ കഴിഞ്ഞു. അല്ലാതെ എങ്ങനെയാ നിങ്ങളിതൊക്കെ ഇറക്കുക? അല്ലേ? ഞങ്ങളിതൊക്കെ പറയിപ്പിക്കണോ? ഈ ക്ലിപ്പുകളെ കാന്തപുരം ഉസ്താദിനെതിരെ നിങ്ങൾ ക്ലിപ്പ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ ക്ലിപ്പ് നിങ്ങൾ ഏത് കറുത്ത കരങ്ങളിൽ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയതെന്നും ആരാണ് നിങ്ങളെ ഇതിനിറക്കി വിട്ടതെന്നും ഞങ്ങൾ പറയേണ്ടി വന്നാൽ പറഞ്ഞോളാം. എങ്ങനെ? അതിനുള്ള എല്ലാ ക്ലിപ്പും ഇങ്ങോട്ട് വരും. തന്ന ആള് വരെ പറയും അത് ഞാൻ കൊടുത്തു തന്നെയാണ്. ഇതൊക്കെ വെറുതെ പറയിപ്പിക്കരുത്. നിങ്ങൾ നോക്കണം സഹോദരന്മാരെ, ഈ കണ്ണൊട്ടം കളിയെ സംബന്ധിച്ച് ഇവർ പരിചയപ്പെടുത്തുന്ന എന്താ നിങ്ങള്? വാദപ്രതിവാദത്തിനേക്കാളും ഖണ്ഡന മണ്ഡനത്തിനേക്കാളൊക്കെ സുന്നത്തിയമായിട്ട് പ്രചരിപ്പിക്കാൻ നല്ലത് ഈ ഖുർആൻ ക്ലാസ് ജനകീയാക്കാണ്. ഏത് ഖുർആൻ ക്ലാസ്? ഈ ഖുർആൻ ക്ലാസ്. എന്നാ എന്താ ഈ ഖണ്ഡന മണ്ഡനത്തിനേക്കാളും വാദപ്രതിവാദത്തിനേക്കാളൊക്കെ അത് ഫലം ചെയ്യുന്നതാണ് ഇവരെ കണ്ടുപിടുത്തം. സംഗതി എന്താ നിങ്ങള്? ഇവര് ചിലയിടത്തൊക്കെ ആ പണി എടുത്തു നോക്കി. ഒരു ഖണ്ഡനൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാം ഖണ്ഡനത്തിന് പറയും അതിന് നമ്മൾ ഏതൊരു സഖാബിനെ വിളിക്കാണ്. മുമ്പ് നമ്മളെ നാട്ടിലൊരു തുടിയിൽ അബ്ദുസലാം മൗലവി വേല അറിയാൻ വന്നു. അയാളെ വേല അറിയാൻ വന്നപ്പോ അതിനൊരു അമ്പലക്കടവുള്ള മൗലിയാർ മറുപടി പറയാൻ വന്ന് ഇയാൾ ഭയങ്കര വെല്ലുവിളി. രണ്ടാം ഘട്ടത്തിൽ സുല്ലമി വന്നപ്പോ പറഞ്ഞു ആരാപ്പി വെല്ലുവിളിച്ചത്? അത് കാന്തപുരത്തിന്റെ ആൾക്കാരാണെങ്കിൽ തിരക്കില്ല, കാരണം മൂപ്പർക്ക് വേറെ പണിയില്ല, ഇത് പഠിപ്പിക്കണ പണി തന്നെയാ, ആയിക്കോട്ടെ. എന്നാ പിന്നെ ഈ പൈസയാള് എന്തിട്ടാ വെല്ലുവിളിച്ചത്? അങ്ങനെ മൂന്നാം ഖണ്ഡനായപ്പോ ഇതിന് കൊണ്ടുപോയ ചേളാരിക്കാർക്ക് തന്നെ തോന്നി ഇന്നാ 10 പിരിയത്തിനെ വിളിച്ചാലോ. അങ്ങനെ പിന്നെ അതാണ് നടന്നത്. എത്ര സ്ഥലം സഹോദരന്മാരെ, സുന്നത്തിയമാറ്റിന് സ്നേഹമുള്ള കാരണന്മാര്, അതിൽ ലീഗ് രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല. സാധുക്കളായ ഞങ്ങളൊക്കെ LCDയും സഹിതം എത്രയോടത്ത് വഹാബിസത്തെ വിശദീകരിച്ചു കൊടുക്കാൻ പോകുന്നു. കാരണം എത്ര LCD പ്രയോഗിച്ച് വഹാബികൾ സുന്നത്തിയമായിട്ട് തകർക്കാൻ വരാ. നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരു LCD മര്യാദയ്ക്കിട്ട് ഒരു 4 മണിക്കൂർ മട്ടം പോലെ വേദന അറിഞ്ഞ ആരെങ്കിലും ഉണ്ടോ? അപ്പോ ഖുർആൻ ക്ലാസ് എടുത്താന്ന് പറഞ്ഞാൽ ഈ ജാതി വല്ല പണി ശാസ്ത്രീയമായി സുന്നത്തിയമായിട്ട് പഠിപ്പിക്കാൻ പറ്റുമല്ലോ. പേരോടുസ്താദിനെ കുതിരയാക്കാനൊക്കെ പറ്റും. പക്ഷെ പേരോടുസ്താദിന്റെ അങ്ങാടിയിൽ നിന്ന് പേരോടുസ്താദിന്റെ എത്ര സുന്നത്തിയമായിട്ട് പഠിപ്പിക്കണ കേസറ്റ് കിട്ടും. ഈ പറയുന്ന ആൾക്കാർക്ക് സുന്നി നിന്നുള്ളത് ഒരു സമൂഹത്തിന് കേൾക്കാനും മനസ്സിലാക്കാനും പറ്റി അര കേസറ്റ് കിട്ടും. അപ്പൊ എന്താ ഇത് നടക്കൂല. അങ്ങനെ കൊണ്ടോട്ടി നമ്മൾ അമ്പലക്കടവാരെ മുമ്പ് ഒരു മുഖാമുഖം നടത്തി. കുട്ടികൾ ചോദ്യം ചോദിച്ചാൽ തുടങ്ങി. അപ്പൊ പറഞ്ഞ കിതാബ് പള്ളിക്കല ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ എന്തായി ഈ ഏർപ്പാട് ഞമ്മക്കൊക്കൂലാന്ന് തിരിഞ്ഞതാ. അതിനെന്ത് വേണോ? 10 മുത്തല്ലിമീങ്ങളെ കിട്ടിയ ഇത് പഠിപ്പിച്ചു കൊടുക്കണ്ടേ? ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ ബുഖാരിയുടെ സെവിക്കൽ ഇരിക്കാൻ പഠിക്കാനും ഭാഗ്യം ലഭിച്ച സാധുക്കളാണ് ഞങ്ങളൊക്കെ. പലപ്പോഴും അദ്ദേഹത്തിന്റെ മുമ്പിൽ മല പോലെ ആരോപണങ്ങൾ വരുമ്പോ സങ്കടത്തോടെ അവിടുത്തെ ശിഷ്യഗണങ്ങളെ മുമ്പിൽ നിന്ന് സങ്കടം പറയുമ്പോൾ പോലും അപ്പുറത്തൊരാളെ പറ്റിയൊരു വാക്ക് ആ സെവിക്കൽ ഞങ്ങളെ കേൾപ്പിച്ചിട്ടില്ല. ഇത് അവരവരുടെ സ്ഥാപനങ്ങളിൽ ഉസ്താദുമാരെ കുറിച്ച് ഇങ്ങനെ പറയാൻ കഴിയോ? AP ഉസ്താദ് സുന്നി പഠിപ്പിച്ചു കൊടുക്കും, AP ഉസ്താദ് ദീൻ പഠിപ്പിച്ചു കൊടുക്കും. നിങ്ങൾ AP ഉസ്താദ് ആരാണെന്നും പഠിപ്പിച്ചു കൊടുക്കും. അതാണ് വ്യത്യാസം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. പണ്ട് കുറുക്കം പറഞ്ഞില്ലേ, എത്ര ചാടിയിട്ടും മുന്തിരി കിട്ടില്ലാന്ന് ചോദിച്ചപ്പോ എന്നാ പിന്നെ അത് പുളിയാന്ന് തീരുമാനിച്ച. അങ്ങനെ തീരുമാനിച്ച ഞങ്ങൾ ഖുർആൻ ക്ലാസ് കിട്ടേ, അങ്ങനെ ജനകീയാക്കിയ. ഇത് ഉസ്താദ് റഹ്മത്തുള്ളാഹി ഖാസിമി മൂത്തേടം. സംവാദ ഖണ്ഡന സ്റ്റേജുകളേക്കാൾ അഹ്ലുസുന്നയുടെ പ്രചാരണ പ്രവർത്തനത്തിന് അനുയോജ്യമായ മാർഗം ഖുർആൻ പഠനം ജനകീയമാക്കലാണെന്ന തിരിച്ചറിവിലൂടെ ഖുർആൻ പഠന ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്ന അനുഗ്രഹീത പണ്ഡിതൻ. എന്താ അയാളെ പണി? സുന്നത്തിയമായിട്ട് പ്രബോധനം ചെയ്യാൻ ഖുർആൻ ക്ലാസ് ജനകീയാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇയാൾ പലയിടത്തും ഇതാണ് ജനകീയാക്കിയോടത്ത് പിന്നെന്തായി? ചേളാരി മൂല്യന്മാർക്ക് തന്നെ ഖണ്ഡനം നടത്തേണ്ടി വന്നു ഇല്ലേ? മൂത്തേടത്തിന്റെ ഖുർആൻ ക്ലാസ് കൊണ്ടല്ലേ കാവലൂരിൽ കോട്ടുമല വാപ്പുലർക്ക് തബ്ലീഗിന് ഖണ്ഡിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ വന്നു.
അങ്ങനെ തബ്ലീഗിനെ ഗണ്ണിക്കാൻ കാവനൂരിലെത്തി. എത്തിയിട്ട് നമ്മളെ കോട്ടുമല ബാപ്പുലര് പറയാ, സമസ്തന്റെ ലക്ഷ്യം തരങ്ങള്, സമസ്തയുടെ പഴയകാല നേതാക്കന്മാരെ അവസ്ഥ തരങ്ങള്, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ കെ ഉസ്താദിന്റെ അനിയൻ ഇ കെ അസം മുസ്ലിയ, അള്ളാഹു അവരുടെയൊക്കെ ദർജ ഉയർത്തുമാറാവട്ടെ. കോട്ടുമല ബാപ്പുലര് കാവനൂരിന് തബ്ലീഗിനെ ഗണ്ണിക്കാൻ വന്നിക്ക. എന്തേ ഗണ്ണിക്കാൻ കാരണം? നിഷേധിക്കാൻ കഴിയോ ചങ്ങായിമാരെ ഇതൊക്കെ? എന്തേ ഗണ്ണിക്കാൻ വേണ്ടി വന്ന കാരണം? ഖുർആൻ ക്ലാസ്സുകൾ ജനകീയായപ്പോ കാസിമിക്ക് ചോറുണ്ടെങ്കിൽ കൊടുത്ത ആചാര്യ വരെ ചേളാരിയോട് സലാം പറഞ്ഞു തബ്ലീഗായി അല്ലേ? അങ്ങനെ കോട്ടുമല ബാപ്പുലര് വന്നിട്ട് ഇ കെ അസം മൂലേറെ ഡ്യൂട്ടി എന്താ? ഇ കെ അസം മൂലേര് ഖുർആനിനെ പഠിപ്പിച്ചത് അതെങ്ങനെയാ? ഗണ്ണന മണ്ഡനം നടത്തേണ്ടത് നടത്തി പഠിപ്പിച്ചു. അത് ബാപ്പുലര് പറയാ, മറ്റേക്ക് തട്ട. ഇവിടെ യഥാർത്ഥത്തിൽ മഹാനായ മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ നഗറാണ്. ഈ നഗർ മഹാനവറുകളുടെ നാമധേയത്തിലാണ് ഈ നഗരി ഒരുങ്ങിയിരിക്കുന്നത്. ആരായിരുന്നു മഹാനവറുകൾ? പരിശുദ്ധ ദീനിന്റെ, പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ പടവാളായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതകാലം ഈ സമുദായത്തിന് വേണ്ടി, ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം അങ്ങനെ തന്നെ ഒഴിഞ്ഞുവെച്ചതായിരുന്നു. ആ മഹാനവറുകൾ പരിശുദ്ധമായ ഈ ദീനിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തി അതിനെതിരെയുള്ള എല്ലാ വിഭാഗക്കാരെയും അടിച്ചൊതുക്കി അവരെ മുഴുവനും ഉദ്ദേശങ്ങളും അവരുടെയൊക്കെ ആവശ്യങ്ങളും ഒരു നിലക്കും ഇവിടെ നടത്താൻ സാധ്യമാകാത്ത വിധത്തിൽ ബഹുമാനപ്പെട്ട മുസ്ലിം സമുദായത്തിൽ പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്ത മഹാനാണ്. എങ്കിൽ ഇങ്ങനെ ഒരു മധുഹങ്ങളെ കൂട്ടത്തിൽ ഒരു മുമ്പിൽ വെച്ച് പറയാങ്ങളെ കൊണ്ട് കഴിയോ? ഞങ്ങൾ 100 എണ്ണം പറഞ്ഞുതരാ, 100 എണ്ണം പറഞ്ഞുതരാ. നിങ്ങൾ പറയാൻ കഴിയോ? ആ ഉണ്ടല്ലോ, ആര്? വിശ്വപ്രസിദ്ധ ഖുർആൻ പണ്ഡിതൻ. എങ്ങനെ? അയാൾ ഖുർആൻ ക്ലാസ് എടുക്കണ്ടല്ലോ, അതിന്റെ കോല കാവനൂർ കണ്ടേ. എന്റെ മൂപ്പര് സുന്നത്തമാറ്റാണ് വളർത്തിയപ്പോ ആൾക്കാരൊക്കെ തബ്ലീഗമായിട്ടായി. മനസ്സിലായോ? ഇതാണ് സംഭവിച്ചത്. ഈ നിലക്ക് വന്നപ്പോഴാണ് കോട്ടുമല ബാപ്പുലേക്ക് കാവനൂരിൽ ഇത് പറയേണ്ടി വന്നത്. എന്നിട്ട് മൂപ്പര് പറഞ്ഞു, സമസ്തയുടെ ലക്ഷ്യം എന്താ? സമസ്തയുടെ ലക്ഷ്യം സുഖിപ്പിക്കലല്ല. നമ്മളെ മൂത്തേടം മൗലവിന്റെ പരിപാടി എന്താ? സുഖിപ്പിക്ക. മുന്നിൽ വന്ന എല്ലാവർക്കും പറ്റിയ എവിടെയും തട്ടാതെ എല്ലാരും സുഖിപ്പിച്ച വേറെ അറിയാം. അതിനാണ് ഇയാളെ ഖുർആൻ ക്ലാസ് എന്ന് പറയാം. വഹാബിയത്തിന്റെ വികൃത മുഖം പറഞ്ഞു കൊടുത്താൽ, മൗദൂദിയത്ത് പറഞ്ഞു കൊടുത്താൽ ആൾക്കാർ പിന്നെ കൈയടിക്കണ്ടാവോ? താങ്ങണോലെ താങ്ങാൻ കിട്ടുമോ? അപ്പൊ സുഖിയൻ പരിപാടികൾ. എന്നാൽ സമസ്തയുടെ ലക്ഷ്യം ഇങ്ങനെ എല്ലാരെയും സുഖിപ്പിക്കലല്ല, പിന്നെ സുന്നത്ത് ജമാഅത്തിന്റെ പാരമ്പര്യം വെട്ടിത്തുറന്ന് പറയലും അത് പ്രചരിപ്പിക്കലുമാണ്. അപ്പൊ ഈ ഒരു പാരമ്പര്യം മുസ്ലിം സമുദായത്തിൽ നിലനിർത്തിപ്പോന്ന 1300 വർഷക്കാലം കേരളത്തിലെ മുസ്ലിങ്ങൾ ഒരഭിപ്രായ വ്യത്യാസം ഇവിടെ ഇല്ല, ഒരു തർക്കവുമില്ല. നടന്നു വരുന്നതൊക്കെ നമ്മളെ വാപ്പാരും പാപ്പാരും പാപ്പാരും അതിന്റെ അപ്പുറത്തെ തലമുറക്കാരും അതിന്റെ അപ്പുറത്തുള്ളവരുമായിട്ട് റസൂല് വരെ ചെന്നെത്തുന്ന ആ പൂർവീക പാരമ്പര്യത്തിൽ ഒരു തർക്കവും ആർക്കുമില്ല. അവരെങ്ങനെ നിസ്കരിച്ചോ, അങ്ങനെ ഖുതുബോദിയോ, ആരൊക്കെ പള്ളിയിൽ വന്നോ, എന്തെല്ലാം ആചാരങ്ങൾ അവർ നടത്തിയോ, ഇതൊക്കെ. എന്നാൽ ഈ മുസ്ലിങ്ങളെ നമ്മൾക്ക് സംരക്ഷിക്കാൻ ഒരു നിലക്കും സാധ്യമാകുകയില്ല. അതുകൊണ്ട് ഉടനെ തന്നെ നമ്മൾ ഇറങ്ങണം, ഉടനെ തന്നെ നമ്മൾ സംഘടിച്ച് ഉടനെ മുസ്ലിം സമുദായത്തിന് അവരുടെ വിശ്വാസങ്ങളെ, ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ ഒക്കെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കണം. അതിനെതിരിൽ വന്ന വിഭാഗക്കാരാരാണോ അവരുടെ ആശയങ്ങളും ആദർശങ്ങളും വാദഗതികളും അത് എന്താണ് എന്ന് വ്യക്തമായി മുസ്ലിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹിതമായ പ്രസ്ഥാനത്തെ ഇവിടത്തെ പണ്ഡിതന്മാർ ആ പ്രസ്ഥാനമുണ്ടാക്കി ആ പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആദർശങ്ങളും ആചാരങ്ങളും ഇവിടെ പ്രചരിപ്പിക്കാൻ രംഗത്ത് വന്നു. എങ്കിൽ ആ പണി നിങ്ങൾക്കുണ്ടോ? നിങ്ങളെ ഖുർആൻ ക്ലാസ് കൊണ്ട് അത് പ്രചരിക്കണുണ്ടോ? ഉണ്ടെങ്കിൽ കാവനൂരിന് തബ്ലീഗ് ഉണ്ടാവോ? അതോ ഉള്ള തബ്ലീഗ് ഇല്ലാതെയാകണോ ചെയ്യാ? വലിയ രസം തരങ്ങൾ. ഞാൻ ഈ കേസറ്റ് ഇങ്ങനെ കണ്ടപ്പോ ഞാൻ ആലോചിച്ചു, പഠിച്ചോനെ ഈ വയസ്സായ മനുഷ്യൻ തന്നെ വരണ്ടെന്നുള്ളത് ഗണ്ണിക്കാൻ. AP ഉസ്താദൊക്കെ ഇപ്പൊ ഗണ്ണന മണ്ണനത്തിന് നടക്കുവോ? AP ഉസ്താദിന് വേറെന്തൊക്കെ ലോകതലങ്ങളിൽ പരിപാടിയില്ലേ?
എന്നിട്ട് ഈ സാധു ഉസ്താദ് ഗണ്ണനം നടത്തുക. അപ്പൊ തബ്ലീഗിനെയല്ലേ ഗണ്ണിക്കണത്? അപ്പൊ സ്വാഭാവികമായിട്ടും അവരെ പുസ്തകമൊക്കെ ഉറുദൂല. ഇയാള് എങ്ങനെയപ്പോ ഗണ്ണിക്കുക? ഞാൻ കണ്ടു ഉറുദു ബുക്ക് വായിക്കാൻ ഇയാളെ കൊണ്ട് കൈയായിട്ട് അള്ളാഹു വേണം. അപ്പുറത്തൊരു കസാലിയിൽ ഒരു കുട്ടിനെ എത്തിയിട്ട് ഇയാൾ വായിപ്പിക്കുക. അപ്പൊ ഉറുദു അറിയുന്നവനോട് തബ്ലീഗ് പറയാൻ കഴിയില്ല, പറയാൻ കഴിയുന്നവന് പ്രസംഗിക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള ഒരവസ്ഥ അങ്ങനെ ഏച്ചൂട്ടുക. അങ്ങനെ ഏച്ചൂട്ടിട്ട് ഉറുദു ബുക്ക് ഒരാളെ കൊണ്ട് വായിക്കുക, വായിക്കുവാനെ അപ്പൊ മറ്റോ വായിക്കും. എന്നിട്ട് ഇയാള് എന്ത് ചെയ്യാൻ മേശപ്പുറത്ത് മലയാളം എഴുതിയ വായിക്കാലോ. ഇങ്ങനെയൊക്കെ ഗണ്ണനം നടത്തേണ്ടി വന്നു. ഒരു ശിഷ്യനെ വിട്ടാ പോരെ? വിടണമെങ്കിൽ അതിന് വേണ്ടേ? ഞാൻ ചോദിക്കട്ടെ ചങ്ങായിമാരെ, സമസ്ത രണ്ടാകുന്നതിന്റെ മുമ്പ് കേരളത്തിലെ സുന്നത്തി ജമാഅത്തിന്റെ അമരനേതൃത്വത്തിലെ തുടിക്കുന്ന യുവത്വം അത് പൈസമാരായിരുന്നു. സമസ്ത രണ്ടായിട്ട് ഇന്ന് സുന്നത്തി ജമാഅത്തിന്റെ ഹിദ്മയിൽ ഒരു 4 പൈസകളെ എരുവനും പിന്നെ മധുരത്തിനും കൂട്ടങ്ങളെ കൂട്ടത്തിലുണ്ട്. നിങ്ങളൊന്ന് പറഞ്ഞാൽ ഒരു 4 ആളെ പേര് ഇല്ല. അതുകൊണ്ടാണ് ഇതിൽക്കന്നെ ഇറങ്ങേണ്ടി വന്നത്. ഇറങ്ങിയിട്ട് തന്നെ മുഴുവനാകുന്നുണ്ടോ? ഒപ്പം കൂട്ടാൻ ഉറുദു വായിച്ചാൻ വേറെ ആള്. ഇതൊക്കെ ഇപ്പൊ നമ്മളെ പത്തപ്രിയത്തിന്റെ കൈ കിട്ടിയ കാടലെന്ന മാതിരി കൈകാര്യം ചെയ്യൂലേ? നോക്കാൻ നിങ്ങൾ ആ പണിയാണ് വലിയ മൂലയർ വന്നിട്ട് ഇങ്ങനെ കുട്ടിനെ കൂട്ടി ഉറുദു വായിപ്പിച്ച് ചെയ്യുന്നത്. അത് മറ്റൊരു വിഷയം. പക്ഷേ നിങ്ങൾ നോക്ക്, സുന്നത്തി ജമാഅത്തിന്റെ ലക്ഷ്യം എന്താണ്? ഇവിടെയുള്ള പാരമ്പര്യം നിലനിർത്തലാണ്. ആ പാരമ്പര്യത്തിനെതിരെ വരുന്ന കക്ഷികളെ ഒറ്റപ്പെടുത്തി അവരെ തകർത്ത് അവരെ സമുദായത്തിൽ നിന്നില്ലാതെ ചെയ്ത് പഴയകാലത്ത് സമുദായത്തിലുണ്ടായിരുന്ന സാമുദായികമായ ആദർശപരമായ ഐക്യം നിലനിർത്തലാണ്. ഇതിനുവേണ്ടി സമസ്ത എന്തൊക്കെ ചെയ്തു? സമസ്ത വളരെ നയനിലപാടുകൾ എടുത്തു. 1953 പെരിന്തൽമണ്ണയിൽ സമസ്തയുടെ ജഗജില്ലികളായ പണ്ഡിതന്മാർ സംഗമിച്ചു. അങ്ങനെ പെരിന്തൽമണ്ണയിലെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് മഹാന്മാരായ അഹമ്മദ് കോയ ശാലിയാത്തി നവ്വറല്ലാഹു മർക്കദഹു ഉൾപ്പെടെയുള്ള 8ഓളം വരുന്ന പണ്ഡിതന്മാർ എങ്ങനെയാണ് സമുദായത്തിൽ അവാന്തര വിഭാഗങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന നിലപാട് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു. നോക്ക് നിങ്ങൾ, മുബ്തദികളോടുമായുള്ള പെരുമാറ്റം എങ്ങനെയെന്നതിൽ അവർ പഠിപ്പിക്കുന്നു. അവരുമായി കൂടി പെരുമാറാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അപ്പൊ അവർ പറയും, കണ്ടില്ലേ അവിടെ ഇങ്ങാ പോയിന്ന് മറ്റേ എസ്എസ്എഫ്കാരൻ മൗലവിയുള്ള ബസ് കയറിയില്ലേ? ഇതൊക്കെ ആളുകളെ വിദ്യാക്കാൻ പറയാ. സാമുദായികമായ കൂട്ടായ്മയിൽ അവരെ ഉൾപ്പെടുത്തിക്കൂടാ. ഇവിടെ റോഡിന്റെയും പാലത്തിന്റെയും അതുപോലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെയും പേരില് മനുഷ്യരൊക്കെ ഒന്നിക്കുന്നത് പോലെ മുഴുവൻ മനുഷ്യരുടെയും അല്ലെങ്കിൽ മുസ്ലിങ്ങളുടേത് മാത്രമല്ലാത്ത മുഴുവൻ മതക്കാരുടെയും പ്രശ്നങ്ങൾ വരുമ്പോ അത് പള്ളിയിലച്ഛനുമായി അമ്പലത്തിലെ പുരോഹിതനുമായി യോജിക്കേണ്ട വിഷയങ്ങളിൽ മൊത്തം മതത്തിന്റെ ആളുകൾ ഒന്നിക്കും. അത് മറ്റൊരു വിഷയമാണ്. ഇരിക്കട്ടെ, സമസ്ത പറഞ്ഞു എന്ത്? ഈ രാജ്യത്ത് സമുദായത്തിന്റെ നിലപാടെന്താണെന്ന് പഠിപ്പിച്ചു. അവരുമായി കൂടി പെരുമാറരുത്, അവരോട് സലാം പറയരുത്, അവർക്ക് സാമുദായികമായ പരിഗണന കൊടുക്കരുത് എന്നത് എ.പി. ഉസ്താദ് കൊടുത്തതല്ല. 53 മഹാന്മാരായ പണ്ഡിതന്മാർ കൊടുത്ത ഫത്വയാണ്. ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് അപ്പുറത്തിരുന്നില്ലേ ഇപ്പുറത്തിരുന്നില്ലേ എന്ന് ചോദിക്കും. അതിരുന്നിക്കുന്ന അതെന്തിനാ? അത് വഹാബിനെ ഗണ്ണിക്കാനാ അല്ലേ? ചില ആളുകൾ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നത് കാണുമ്പോ സഹതാപ തോന്നുന്നത് എന്ത്? പണ്ടോ വഹാബികളുമായി കൂടിയിരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് എ.പി. സുന്നികൾ വഖഫ് ബോർഡ് പോണില്ലേ? എ.പി. സുന്നികൾ ഹജ്ജ് കമ്മിറ്റി പോണില്ലേ എന്നുള്ളതാണ് സ്വബൂലോപിക്കാത്ത ചങ്ങാതിമാര്. ഇതൊക്കെ ഒന്ന് വേറിച്ച് മനസ്സിലാക്കണം അല്ലേ? രഞ്ജാനിലൊന്ന് അസിൽ വെച്ച് പഠിക്കണം, തെക്കിലിസാനിലൊന്ന് തെർക്കി പഠിക്കണം. അതിന്റെ അത് തിരിഞ്ഞ ആൾക്കാർക്ക് ഈ മലയാളമൊക്കെ തിരി. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് തിരിയണ്ടേ? കൊട്ടപ്പുറത്ത് എ.പി. ഉസ്താദ് ഇരുന്നിട്ടില്ലേ? അതുപോലെ പല സ്ഥലത്തും ഇരുന്നിട്ടില്ലേ? അത് വഹാബിയെ ഉയർത്താനല്ല തളർത്താനാണ്. വഖഫ് ബോർഡ് പോണ എന്തിനാ? സുന്നത്തി ജമാഅത്തിലെ വഖഫ് സ്വത്തുകൾ ആ വഖഫ് ബോർഡിലിരുന്ന് വഹാബികൾ കൈക്കലാക്കും. ആക്കിയ അനുഭവം പണ്ടുണ്ട്. സമസ്തയുടെ ആളുകളെ വഖഫ് ബോർഡിന് ഇരുത്താതെ കോഴിക്കോട്ടങ്ങാടിയിലെ 10ഓളം വരുന്ന പള്ളികൾ വഹാബികൾ തട്ടിയെടുത്ത ചരിത്രം കേരളത്തിലുണ്ട്. അന്നാണ് ശംസുലമ സമുദായത്തോട് പറഞ്ഞത് അനുവദിക്കൂല. ഇവിടെയുള്ള വഖഫ് ബോർഡുകളിൽ സുന്നികളെ പരിഗണിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾക്ക് പരിഗണിക്കേണ്ടി വരും. കാരണം എന്റെ ശംസുലമ വേറെ വഖഫ് ബോർഡിൽ എടുക്കാത്ത കാലം. ഇന്ന് എ.പി. ഉസ്താദ് ഇടക്കാലത്ത് പറഞ്ഞ അതേ പ്രസ്താവന പണ്ട് ഇ.കെ. ഉസ്താദ് പറഞ്ഞു. വഖഫ് ബോർഡിൽ എടുത്തില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾക്ക് കാണേണ്ടി വരും, പരിഗണിക്കേണ്ടി വരും. അങ്ങനെ എടുത്തില്ല. കേരളത്തിൽ ആദ്യമായി വഖഫ് ബോർഡിൽ സുന്നിക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് ശംസുലമയെ മെമ്പറാക്കുന്നത് ആരാ? അത് ഇ.കെ. നായനാരാ. അതിപ്പോ എന്താ? ഇ.കെ. നായനാരും ഇ.കെ. ഉസ്താദും കുടുംബക്കാരായിട്ടല്ല. ഇ.കെ. ഉസ്താദിന്റെ കീഴിലാണ് രാജ്യത്തെ വഖഫ് സ്വത്തുകളുടെ ആധികാരികാധിപത്യമെന്ന് ഈ രാജ്യത്ത് നായനാർക്ക് തിരിഞ്ഞു. പക്ഷേ വഹാബിത്വം വളമ്പാൻ സാമുദായിക രാഷ്ട്രീയത്തെ ദുരുപയോഗപ്പെടുത്തിയിരുന്ന ഒരു കാലത്ത് അത് പലർക്കും മനസ്സിലാക്കാൻ കഴിയാതെ പോയി.
അന്നാണ് ഈ കെ ഉസ്താദിനെ വഖഫ് ബോർഡിലെടുത്തപ്പോ അവരന്ന് എഴുതി ആജീവനാന്ത ലീഗ് വിരോധിയായ രാഷ്ട്രീയത്തിലുലമ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ സംബന്ധിച്ച്. കാരണം എന്താ? അത് ഓലെ ചില തെറ്റിദ്ധാരണയും ഓലെ ചില തരികിടയും സമുദായത്തോട് പറഞ്ഞതാ. അങ്ങനെ ചെയ്തു. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പിന്നെയും പഠിപ്പിച്ചു, ഹജ്ജ് കമ്മിറ്റിയിൽ എന്തിനായിരിക്കണേ? മക്കത്ത് ഹജ്ജിന് പോകുന്ന മുസ്ലിങ്ങൾക്ക്, ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ പോകുന്നവർക്ക് മദീനത്ത് പോയിക്കൂടാ, അത് ഹജ്ജിന്റെ കടമയല്ല, കർമ്മമല്ല എന്ന് ഹജ്ജ് കമ്മിറ്റിയിൽ നിന്ന് വഹാബികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തീരുമാനമെടുക്കും. അപ്പൊ അത് പറ്റൂല എന്ന് പറയണമെങ്കിൽ പറയാൻ വയ്ക്കുന്ന ആൾക്കാരുമാണ് അല്ലേ? താണിക്കല്ലുമ്പോ താവളിരിക്കണ മാതിരി അവിടെ പോയി ഇരിക്കാൻ രണ്ട് മുത്തവല്യാളുണ്ടായിട്ട് കാര്യമല്ല. നിങ്ങളതിന് പറ്റൂല, അതുകൊണ്ട് ഞങ്ങൾ തന്നെ വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചതാ, അങ്ങനെ ഞങ്ങൾ ഇരുന്നതാ. ഇതൊന്നും കൂടിപ്പെരുമാറരുത് എന്നതിന് വിരുദ്ധമല്ല, അത് വഹാബിസം വളർത്താനല്ല, സുന്നത്തിയമായിട്ട് വളർത്താനാണ്. ഇനി നോക്ക് നിങ്ങൾ, ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഉൾപ്പെടെയുള്ള ആനിമയങ്ങൾ സമസ്ത ഒന്നായിരുന്ന കാലത്ത് നമ്മളൊക്കെ 4ാം ക്ലാസ് പഠിച്ചപ്പോ ആ 4ാം ക്ലാസ്സിൽ അഖ്ലാഖ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ആദാമുസ്സലാം എന്ന് പറയുന്ന സലാമിന്റെ മര്യാദ പറയുന്ന പാഠത്തിൽ നമ്മൾ പഠിപ്പിച്ചത് എന്താ? എന്നാൽ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള പുത്തൻവാദികൾക്ക് സലാം പറയലും അവർ സലാം പറഞ്ഞാൽ മടക്കലും സുന്നത്തില്ല എന്ന് പറഞ്ഞിട്ട് ശംസുൽ ഉലമ പറഞ്ഞെന്താ? പഠിപ്പിച്ചതെന്താ? ാണെന്നല്ല, ഇത് സമസ്തയുടെ തീരുമാനമാണെന്നല്ല, ഇത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാ. ഇത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാ. ഈ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടത് ഈ രാജ്യത്തെ വിശ്വാസികൾക്ക് സമസ്ത ഉണ്ടായത് മുതൽ, ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടായത് മുതൽ രാജ്യത്ത് പഠിപ്പിച്ചു. ഇടക്കാലത്ത് ചില സാമുദായിക രാഷ്ട്രീയ നേട്ടങ്ങളുടെ പേരിൽ ആ നിലപാടുകൾ അള്ളുവെക്കാൻ ചിലർ തീരുമാനിച്ചു. അന്നാണ് ഈ 4ാം ക്ലാസ്സിൽ അഖ്ലാഖിൽ നിന്ന് ഈ നിലപാട് മാറ്റിക്കൂടാ എന്ന് താജുൽ ഉലമ തങ്ങൾ പ്രഖ്യാപിച്ചത്. ഇത് നിങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചാലും ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട ഈ ഉമ്മത്ത് പഠിക്കേണ്ട ഈ ആദർശം ഈ പുസ്തകത്തിൽ നിന്ന് മാറ്റുന്നുവെങ്കിൽ പിന്നെ ഒരു വിദ്യാഭ്യാസ ബോർഡിന്റെ ആവശ്യം ഇവിടെയില്ല, ഒരു മദ്രസയുടെ ആവശ്യമില്ല, ഒരു സമസ്തയുടെ ആവശ്യമില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ ഞാൻ പേടിക്കുന്നു. പഴയകാല സുന്നത്തിയമാത്തിന്റെ പണ്ഡിതന്മാരോട് ഞാൻ കൂറുപുറത്തുന്നു, ഞാൻ ഒറ്റക്കാണെങ്കിലും ഞാൻ ഇറങ്ങുകയാണ്. അന്ന് കൂടെ ഇറങ്ങിയതാ കാന്തപുരം ഉസ്താദ്, എം.എ. ഉസ്താദ്. കാരണം എം.എ. ഉസ്താദ് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡുണ്ടാക്കാൻ നടന്ന് കാലുവേങ്ങ മനുഷ്യനാ. ഇന്ന് കേരളത്തിൽ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ രൂപീകരണ വേളയിൽ അതിന് നേതൃത്വം കൊടുത്ത ഒരു മുസ്ലിം ജീവിച്ചിരിക്കുന്നെങ്കിൽ അത് മൗലാന എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാരും പരുമണപ്പുള്ള മുസ്ലിയാരുമാണ്. നിങ്ങളത് വികൃതമാക്കി. അങ്ങനെയാണ് സുന്നി വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചത്. ഇത് കാന്തപുരം ഉസ്താദിന്റെ തീരുമാനം മാത്രമല്ല, ശംസുൽ ഉലമ പഠിപ്പിച്ചതും അതാ. നോക്ക് നിങ്ങൾ, ശംസുൽ ഉലമയുടെ തീരുമാനം, ഈ കെ ഉസ്താദിന്റെ ഫത്വ, ഒരു വഹാബി നിസ്കരിച്ചാൽ അവൻ മരിച്ചാൽ മയ്യത്ത് നിസ്കരിച്ചൂടാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവന് മയ്യത്ത് നിസ്കരിക്കണമെങ്കിൽ അവന്റെ ആൾക്കാരുണ്ടാവുമല്ലോ. സുന്നികൾ മയ്യത്ത് നിസ്കാരത്തിൽ ജനപങ്കാളിത്തവും ജനബാഹുല്യവും ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതൊരു മൂമിനായ മനുഷ്യന് കൊടുക്കുന്ന ബഹുമാനവും അംഗീകാരവുമാണ്. റസൂലുള്ളാഹിനെ ഇകഴ്ത്തിയ മുസ്ലിം പാരമ്പര്യത്തെ നിരാകരിച്ച ഒരു വഹാബിക്ക് അത് കിട്ടിക്കൂടാ. അതുകൊണ്ട് ഈ കൊടുത്ത ഫത്വയാണ് നിങ്ങൾ കാണുന്നത്. ഈ ഫത്വകൾ, ഈ ആദർശങ്ങൾ സമസ്ത പഠിപ്പിച്ചു. അത് പഠിപ്പിക്കാൻ വേണ്ടി സമസ്ത ഉണ്ടാക്കി. ഇനി നിങ്ങൾ ആലോചിക്കും സഹോദരന്മാര്, എന്തുകൊണ്ടാണ് ചില നിഷ്പക്ഷമതികൾ ഇത് കേൾക്കുമ്പോൾ ചിന്തിക്കൂ, എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ, ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് കുറച്ച് മോശമല്ലേ? ചിലരങ്ങനെ പറയും, എ.പി. ഉസ്താദ് ഒരുപാട് നല്ല കാര്യം ചെയ്യുന്നുണ്ട്, എന്നാലും ആ വഹാബിനേറ്റ്, ആ ജമാഅത്ത് ഇസ്ലാമിനേറ്റ് അത് കുറച്ച് വിഷമാ. പക്ഷേ അത് കാന്തപുരം ഉസ്താദിന്റെ സ്വാർത്ഥതയല്ല, കാന്തപുരം ഉസ്താദ് പറഞ്ഞതല്ല, അത് സുന്നത്തിയമായത്തിന്റെയും ഇസ്ലാമിന്റെയും ഹദീസിന്റെയും നിലപാടാണ്. ആ നിലപാട് എ.പി. ഉസ്താദ് എടുത്തു. കാരണം എന്തുകൊണ്ട്? ഇവിടെ വഹാബികൾ സുന്നികളെ സംബന്ധിച്ച് പറയുന്നത് അവർ കാഫിറും മുശ്രിക്കുമാണെന്നാണ്. അവർ കാഫിറും മുശ്രിക്കുമാണെന്നാണ് ബഹുമാനപ്പെട്ട സുന്നത്തിയമായത്തിലെ വിവിധങ്ങളായ സമസ്തകൾ. ആ സമസ്തകളെ സംബന്ധിച്ചൊരു വഹാബി മൗലവി പറയുന്നത്, ഈ രാജ്യത്തെ എല്ലാ സമസ്തകളും ഇവിടെ ശിർക്കിലേക്ക് ജനങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഈ രാജ്യത്തെ എല്ലാ സമസ്തയും ഈ രാജ്യത്തെ ശിർക്കിലേക്ക് ജനങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് എന്നൊരു വഹാബി മൗലവി പറയുമ്പോൾ
അതുപോലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുശ്രിക്കുകളാകുന്ന സുന്നികളോടാണ് വഹാബികൾ ദഅവത്ത് നടത്തുന്നത് എന്നവർ പറയുമ്പോൾ ഈ നിലപാട് മുൻപേ വഹാബികൾ പ്രഖ്യാപിച്ചതാണ്. മാലിക് ദീനാർ മുതൽ അമ്പുറന്തങ്ങൾ വരെയുള്ള നീണ്ട ഇസ്ലാമിക പാരമ്പര്യത്തെ കുഫർ ആരോപിച്ചുകൊണ്ടാണ് വഹാബികൾ രംഗത്ത് വന്നത്. അതുകൊണ്ടാണ് വിവിധങ്ങളായ സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള അവിഹിതമായ ഐക്യങ്ങൾ വന്നപ്പോ സമസ്ത ഉചിതമായ മറുപടി നൽകി. ഒരു കാലത്ത് വഹാബികൾ സമസ്തയിലേക്ക് കത്തയച്ചു. എന്താണ് കത്ത്? നമുക്ക് സാമുദായികമായി ഐക്യപ്പെടണമെന്നാണ്. അങ്ങനെ ഐക്യപ്പെടണമെന്ന് കത്തയച്ചപ്പോൾ അന്നത്തെ സമസ്തയുടെ നേതാവായിരുന്ന KV കൂറ്റനാട് മറുപടി കൊടുത്തു. എന്താ മറുപടി കൊടുത്തത്? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു മുസ്ലിം ഐക്യമല്ലേ? മുസ്ലിം ഐക്യത്തിന്റെ പേരിൽ ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുമ്പോൾ ആ ഇരിക്കുന്ന ആളുകളെങ്കിലും തമ്മിൽ പരസ്പരം മുസ്ലിങ്ങളാണ് സമ്മതിക്കണ്ടേ? പക്ഷേ നിങ്ങൾ ഇത്രയും കാലം ജനങ്ങളോട് പറഞ്ഞത് ഞങ്ങളൊക്കെ മുശ്രിക്കാണെന്നാണ്. നിങ്ങളുടെ ഐക്യവേദിയുടെ മേശപ്പുറത്തിരിക്കാനുള്ള ഞങ്ങളൊക്കെ മുശ്രിക്കാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളൊക്കെ മുസ്ലിമാണ് എന്നൊരു പ്രസ്താവന നിങ്ങൾ ഇറക്കിയാൽ മുസ്ലിം ഐക്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ, അല്ലെങ്കിൽ അത് മുസ്ലിം മുശ്രിക്ക് ഐക്യമേ ആവുകയുള്ളൂ. അത് KV കൂറ്റനാട് അടക്കമുള്ള നേതാക്കൾ കൊടുത്തതാ, സമസ്ത ഒന്നായിരുന്ന കാലത്ത് കൊടുത്തതാ. ഇനി നിങ്ങൾ നോക്ക്, 1984 സമസ്തയുടെ യോഗത്തിലേക്ക് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു കത്ത് കിട്ടി. എന്താണ് കത്തിലുണ്ടായിരുന്ന വിഷയം? അന്ന് ഷാബാനു കേസ് കൊടുമ്പിരിക്കൊള്ളുന്ന കാലമാണ്. ആ കൊടുമ്പിരിക്കൊള്ളുന്ന കാലത്ത് മുസ്ലിം യൂത്ത് ലീഗ് കത്തയച്ചിട്ട് പറഞ്ഞു, എന്ത് ഇവിടെ EMS നമ്പൂതിരിപ്പാട് ശരീഅത്തിനെ വികലാക്കുന്നുണ്ട്. അങ്ങനെ വികലാക്കും എന്ത് ചെയ്യണം? മതപരമായ നിലപാടിൽ അതിന് പ്രതിഷേധിക്കണം. അത് മുസ്ലിംകൾ ചെയ്തു. അത് ചെയ്തപ്പോൾ EMS തിരുത്തി പറഞ്ഞു. അങ്ങനെ ആ വിഷയം അവസാനിച്ചു. പക്ഷേ അതിനു പകരം രാഷ്ട്രീയക്കാർ പരിഹരിക്കാൻ തീരുമാനിച്ച വേറെ പോലത്തിലാ പറയാം. അന്ന് മുദ്രാവാക്യം വന്നു. എന്ത്? ഒന്നും കെട്ടും രണ്ടും കെട്ടും EMSന്റെ ഓളയും കെട്ടും പറയാൻ പറ്റൂല. ഒന്നും കെട്ട രണ്ടും കെട്ട ആവശ്യമാകുമ്പോ, പക്ഷെ EMSന്റെ ഓളെ കെട്ടെന്ന് പറയുന്ന ഇസ്ലാമിന്റെ നിലപാടല്ല. അത് രാഷ്ട്രീയക്കാർ പരിഹരിക്കുമ്പോണ്ടാണ് അപകടമാണ്. അങ്ങനെ ഷാബാനു കേസിന്റെ പേരിൽ EMS ശരീഅത്ത് വികലാക്കുന്നു, അതുകൊണ്ട് മുസ്ലിങ്ങളൊക്കെ ഐക്യപ്പെടണമെന്ന് പറഞ്ഞ് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ കത്ത് കിട്ടുകയാണ്. അന്ന് സമസ്ത ഒന്നാണ്. ആ സമസ്ത എന്താ മറുപടി കൊടുത്തത്? നിങ്ങൾ ശരീഅത്ത് സംരക്ഷിക്കാനാണല്ലോ, ശരീഅത്തിന് വേണ്ടിയാണല്ലോ ഐക്യപ്പെടുന്നത്. പക്ഷേ ആ ഐക്യവേദിയിൽ EMSനെ പോലെ മറ്റൊരു നിലക്ക് ശരീഅത്തിനെ വികലമാക്കുന്ന വഹാബികളുണ്ട്, ശരീഅത്തിനെ വികലമാക്കുന്ന മൗദൂദികളുണ്ട്. അതുകൊണ്ട് അവരുമായി ഐക്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല. അത് AP ഉസ്താദിന്റെ നിലപാടല്ല, സമസ്തയുടെ നിലപാടാണ്, സമസ്തയുടെ ആദ്യകാല നിലപാടാണ്. എന്തുകൊണ്ട്? സുന്നത്തി ജമാഅത്തിന്റെ ആദർശവാദികളെ കാഫിറും മുശ്രിക്കുമായി ഇവർ ചിത്രീകരിച്ചു. സമസ്ത എന്ന് പറയുന്ന എല്ലാ സമസ്തയും ഇവിടെ ജനങ്ങളെ ശിർക്കിലേക്ക് ക്ഷണിക്കുന്നു എന്നവർ പ്രഖ്യാപിച്ചു. അതേ മുജാഹിദുകൾ മാത്രമേ ഉള്ളൂ ആ പ്രവർത്തനങ്ങളിൽ. മറ്റു മതസംഘടനകളൊക്കെ ഉപരിപ്ലവമായ പ്രവർത്തനങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും ആളുകളെ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഭൂരിഭാഗം വരുന്ന സമസ്തക്കാര് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഏത് സമസ്തയായാലും, കേരള സമസ്തയായാലും ദക്ഷിണ കേരള സമസ്തയായാലും സമസ്ഥാനയായാലും ഒക്കെ ജനങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ശിർക്കിലേക്കാണ്. അപ്പോ അതുകൊണ്ടാണ് അന്ന് KV പറഞ്ഞത്, ഞങ്ങളെയൊക്കെ ഈ ശിർക്കില്ല നിങ്ങളൊന്ന് പറയും, ഞങ്ങൾ മുസ്ലിമാ നിങ്ങളൊന്ന് പറയും. ഇനി നിങ്ങൾ നോക്ക്, വേറൊരു മൗലവി പറയുന്നത് മുശ്രിക്കുകളാകുന്ന സുന്നി സമൂഹം. കാരണം നമ്മുടെയൊക്കെ വിശ്വാസം മൊയ്തീൻ ശൈഖാണ് പഠിച്ചോനെന്നാണ്. ആ നമ്മളെ പഠിച്ചോനാരാന്ന് നമ്മളെ തീരുമാനിക്കേണ്ടത്, അത് മറ്റൊരു വിഷയം. മൗലവി പറയുന്നത് നോക്ക്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് അവർ പോരാടി. അല്ലാഹു അക്ബർ എന്ന സ്ഥാനത്ത് മൊയ്തീൻ ശൈഖിനെ പ്രതിഷ്ഠിച്ച മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ് എനിക്ക് നിങ്ങൾക്കും തൗഹീദ് പറയാനുള്ളത്. ഇവിടെ സമസ്ത ഈ നിലപാടെടുക്കേണ്ടതല്ലേ? സമസ്ത ഈ നിലപാടല്ലേ? സമുദായം ഐക്യം ക്രിയാത്മകമാണെങ്കിൽ ഇതല്ലേ ചെയ്യേണ്ടത്? അതേ സമസ്ത ചെയ്തിട്ടുള്ളൂ. അതിന്നല്ല, സമസ്ത രൂപീകരിച്ചെന്ന് മുതൽ എടുത്ത നിലപാടാണ്. എന്നാൽ പ്രിയപ്പെട്ട മുഹമ്മദീങ്ങളെ, അപകടം അവിടുന്ന് മതിരുകടന്നു. മഹാനായ ശംസുലമയുടെ അസ്സം മുസ്ലിയാരെ വഫാത്താകാൻ നടക്കുമ്പോ അസ്സം മുസ്ലിയാരുടെ മുമ്പിലേക്ക് ഒരു വഹാബിലോരെ കത്തയച്ചു. എന്താ കത്തിലുള്ളത്? ഓ അസ്സം മുസ്ലിയാരെ, നിങ്ങൾ മന്ദിരത്ത് പോകുന്നുണ്ടോ, മക്കാമത്ത് പോകുന്നുണ്ടോ, ബോർഡ് ചെല്ലുന്നുണ്ടോ, മൗലി പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മുജാഹിദാകണം. ഇത്തരം കർമ്മങ്ങളെ മുഴുവനും നിരാകരിക്കണം. എന്നാൽ നിങ്ങൾക്ക് മുസ്ലിമായി മരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ മുശ്രിക്കായിട്ടാണ് മരിക്കുന്നത്, കാഫിറായിട്ടാണ് മരിക്കുന്നത്. അതിന്റെ മുഴുവൻ കുറ്റവും നിങ്ങൾ കേട്ടിരിക്കേണ്ടി വരുമെന്ന് അന്നെന്നറുമായ കത്താന സഹോദരന്മാരെ, അസ്ലിം തസ്ലം, മുസ്ലിമായിക്കോളൂ.
മരിക്കാൻ കിടക്കുന്ന പണ്ഡിത മഹാത്മാവിന്റെ വരയാർന്ന കൈകളിലേക്ക് അത് കിട്ടി. അന്ന് തന്റെ സഹപ്രവർത്തകരാകുന്ന കമറുല്ലമ കാന്തപുരം ഉസ്താദിന്റെ കൈകളിലേക്ക് അത് കൈമാറിയിട്ട് പറഞ്ഞു, എന്റെ ആരോഗ്യമുള്ള കാലത്ത്, എന്തോടമുള്ള കാലത്ത് എന്റെ മുഖത്ത് നോക്കി ഇത് പറയാൻ കഴിയുന്ന ഒരു മൗലവി രാജ്യത്തില്ലായിരുന്നു. എന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടുപോയി. ഇത് പറയേണ്ടത്, ഇത് ജനങ്ങളെ പഠിപ്പിക്കേണ്ടത്, ഇതിന് നിങ്ങൾ മറുപടി പറയേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണെന്ന് പറഞ്ഞപ്പോൾ ആ ബാധ്യത ഏറ്റെടുത്ത് തൊട്ടുടനെ തന്നെ തൊട്ടപ്പുറത്തെ കട്ടപ്പാടത്ത് വെച്ച് കമറുല്ലമ കാന്തപുരം ഉസ്താദ് ഈ രാജ്യത്തെ മഹാവിപാതിരിമാരെ പരസ്യമായ ജനകീയ വിചാരണ നടത്തി. എന്താ ഫലം? എന്താ ഫലം? അള്ളാന്റെ ഭൂമിക്ക് മുകളിൽ ആകാശത്തിന് ചുവട്ടിൽ പിന്നെ ആ രൂപത്തിലൊരു സംവാദത്തിന് വഹാബികൾ വേറെ തയ്യാറായിട്ടില്ല. കാന്തപുരം ഉസ്താദ് പഠിപ്പിച്ചു. എന്നാൽ ഈയൊരു നിലപാട് സമുദായത്തിലുണ്ടായപ്പോൾ ഇനിയോ നിങ്ങൾ നോക്ക്, ഇസ്ലാമിനെ മുഴുവൻ നിരാകരിക്കാനുള്ള ശ്രമം നടത്തി. ഹദീസുകൾ വിശുദ്ധമായ ഖുർആനിന്റെ വിശദീകരണമാണ്. ആ ഹദീസുകൾ വരെ പലപ്പോഴും വഹാബികൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിക ലോകത്ത് പ്രാമാണികമായ ഹദീസ് ഗ്രന്ഥമാണ് സ്വഹീഹ് ബുഖാരി. ആ ബുഖാരിയെ ഈ രാജ്യത്തെ രണ്ട് മൗലവി ഗ്രൂപ്പിനും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഒരു മൗലവി തന്റെ ഉസ്താദായ സലാം സുല്ലമിയെ സംബന്ധിച്ചു പറയുന്നത്, അയാൾക്ക് ബുഖാരിയിൽ ഒന്നും വിശ്വാസമല്ല, ബുഖാരിയിൽ 60 ഹദീസ് അയാൾ തള്ളുകയാണ്, ഖുർആൻ തള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് അയാള് ഹദീസ് തള്ളിയത് എന്ന് അബ്ദുസ്സലാം സുല്ലമിയെ കുറിച്ച് ശിഷ്യനായ സക്കരിയ സുലായി പറയുകയാണ്. ഖുർആൻ പച്ചക്ക് തള്ളാൻ അവർക്ക് ഒരു വിഷമം, ജനങ്ങൾ വിടൂലല്ലോ. ഹദീസ് എന്ന് പറഞ്ഞാൽ അത് വേറോലെയാണ്. ആരാ പറയുന്നത്? ഹദീസ് എന്നുള്ള വാക്ക് പോലും അറബിയിൽ എഴുതാൻ വയ്യാത്ത ജാഹില് പറയാണ് അത് വേറോലെയാണ്. ബുഹാരിയോ? ബുഹാരി എന്നും കൂടി പറയാൻ വയ്യോന്, ഓനാ പറയണത് അതിന് വേറോലുണ്ട്. എന്താണ് സഹീഹുൽ ബുഖാരിയുടെ സ്ഥാനം? സഹീഹുൽ ബുഖാരിയിൽ എന്താ ഉള്ളത്? ഒന്നും അറിയുകയില്ല. അത്ര വളരെ മോശമായ തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ പുച്ഛിക്കുന്ന അവസ്ഥയിലേക്ക് ഖൗമിനെ എത്തിച്ചിരിക്കുകയാണ് ഇദ്ദേഹം. ഇതിന്റെ പാപഭാരം അള്ളാഹു അദ്ദേഹത്തിന് കൊടുക്കുക തന്നെ ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ജനമധ്യത്തിലിട്ട് പുച്ഛിച്ച് സംസാരിക്കുന്നവന്റെ പരിണിതി എന്തായിരിക്കുമെന്ന് ഇൻഷാ അല്ലാഹ് ഈ ദുനിയാവിൽ വെച്ച് തന്നെ ഒരുപക്ഷെ അള്ളാഹു കാണിച്ചു കൊടുക്കാതിരിക്കുകയില്ല എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. സക്കരിയ സുലായി പറയുന്നത് എന്താണ്? ആ ബുഖാരിയുടെ 2 ചട്ടക്കുള്ളിൽ എല്ലാം ശരിയാന്ന് നമുക്ക് അഭിപ്രായമല്ല. ബുഖാരി വിമർശനങ്ങൾക്ക് അതീതമാണെന്നോ, ഇമാം ബുഖാരി മഅസൂമാണെന്നോ, ആ 2 ചട്ടക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർണ്ണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല. ഇതന്നെ സുല്ലമീൻ പറഞ്ഞത് ഒരു 10-20 മോശം എന്നുള്ളതാണ്. അപ്പൊ എന്റെ മുമ്പ് ഒരാൾ പിരിവിൽ ചെന്നപ്പോ വലിയ കാക്കുള്ളത് തട്ടിന്റെ മുകളിലാണ്, അനുജനാണ് സിറ്റ് ഔട്ടിൽ. അപ്പൊ പിരിവാരനോട് അഞ്ചൻ കാക്കാന്റെ സ്വഭാവം തിരിയുകൊണ്ട് പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല, അത് പോയിക്കോ. പോണത് കണ്ടപ്പോ മേലെന്ന് കാക്ക ഇറങ്ങി എന്നിട്ട് പറഞ്ഞു, മറ്റോനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്നിനെ വന്നിനെ പിരിവിനാണ്. എന്നിട്ട് അവൻ പറഞ്ഞ് ഇവിടെ ഒന്നും ഇല്ലാന്നാ പറഞ്ഞത്. എന്നാലേ ഇവിടെ ഉണ്ട് എന്ന് പറയാൻ, ഇല്ല എന്ന് പറയാൻ അധികാരം എനിക്കാണ്, ഇവിടെ ഒന്നുമില്ല, പോയിക്കോ. ഇതന്നെയാണ് ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത്. ബുഖാരി തള്ള അധികാരം അബ്ദുസ്സലാം സുല്ലമിക്കില്ല. എന്നാ രസം തരങ്ങള് തള്ളി എന്ന് പറയുമ്പോ തള്ളിയിട്ടില്ല എന്നല്ലേ പറയേണ്ടത്. അബ്ദുസ്സലാം സുല്ലമി പറയാണ്, ഇവിടെ ഇപ്പൊ ഞാനൊരു 60 ഹദീസ് തള്ളിയതാ വിഷയം, ഞാൻ 60 ഹദീസ് തള്ളിയോണ്ട് എന്തേ ഇപ്പൊ നഷ്ടം പറ്റിയെന്നുള്ളതാ. ഇതെന്നാ വന്നത്? ഞാൻ 60 ഹദീസ് ലൈഫാക്കിയിട്ട് മുജാഹിദ് എന്തെങ്കിലും നഷ്ടപ്പെട്ടു? ഇതെന്നാ വന്നത്? ഞാൻ 60 ഹദീസ് ലൈഫാക്കിയിട്ട് മുജാഹിദ് എന്തെങ്കിലും നഷ്ടപ്പെട്ടു? ഇതെന്നാ വന്നത്? ഞാൻ 60 ഹദീസ് ലൈഫാക്കിയിട്ട് മുജാഹിദ് എന്തെങ്കിലും നഷ്ടപ്പെട്ടു? അടക്കകത്തോടല്ലോ സമുദായത്തിൽ അള്ളാന്റെ റസൂൽ നൽകിയ വിശദീകരണം അടപ്പടി നിലനിൽക്കണ്ടേ? ചുരുക്കത്തിൽ സഹോദരന്മാരെ, ഇത്രമാത്രം അപകടകരമായ ഇസ്ലാമിക സമുദായത്തിൽ മുസ്ലിങ്ങളെ ആദർശപരമായി അപജയത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വലിയ അപകടം അതായിരുന്നു ഈ രാജ്യത്ത് വിധേയികൾ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് ആ നിലപാടെടുക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ശംസുൽ ഉലമക്ക് അത് പഠിപ്പിക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമയും കാന്തപുരം ഉസ്താദും ഇത് പറയുന്നത്. ഇത് അവരുടെ സൃഷ്ടിയാണോ? ഇതൊക്കെ ഗൗരവമുള്ള തെറ്റ് തന്നെയല്ലേ? ആണെന്ന് ഇവർക്കൊക്കെ അറിയാം. പക്ഷെ ആ തെറ്റ് വഹാബികളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? വഹാബികളുടെ കയ്യിലതുണ്ട് എന്ന് പറയണ്ടേ? ഇവരാണിത് ചെയ്യുന്നതെന്ന് പറയണ്ടേ? അത് പറഞ്ഞ ആളെ കിട്ടൂല. അപ്പൊ എന്ത് ചെയ്യാണ്? നേരിട്ട് മൂക്ക് പിടിക്കുന്നതിന് പകരം ഈ കാസിമി മൗലവി എന്ത് ചെയ്യാണ്? തലയുറ്റി മൂക്കിടിക്കുക. ഇയാൾ എന്നെ പറയുന്നുണ്ട് എന്ത്? ഇയാൾ പറയുന്നത് ഹദീസ് ഇങ്ങനെ തള്ളാന്നൊക്കെ പറഞ്ഞാല് റിദ്ദത്ത് വരെ വരാമെന്നാണ്.
എന്നിട്ട് അയാൾ പറയുന്നു സമുദായം സമുദായം എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള ആൾക്കാരെ മുഴുവൻ കൂട്ടിപ്പിടിക്കാണ് എന്നാ. എന്നിട്ട് അയാൾ പറയുന്നത് മലപ്പുറം ജില്ലയിലൊക്കെ ഹദീസ് തള്ളുന്ന കുറെ ആൾക്കാരുണ്ട് എന്നാ. ഈ കാടടക്കി വെടിവെക്കണതുകൊണ്ട് മുമ്പ് കുത്തുകണ കൗമിന് വിഷയം തിരിയോ? അപ്പൊ എന്താ വിഷയം തിരിയണ പോലത്തെ പറഞ്ഞു കൊടുത്താൽ കൂടെ ആളെ കിട്ടൂല കൈയടിക്കാൻ. അതേ സമയത്തോ ആളുകളെ പൊട്ടീസാക്കുന്ന രൂപത്തിൽ അറിയുന്ന സത്യം അറിയാതെ ഇവർ പറയേണ്ടി വരികയാണ്. ആ നിലക്ക് നോക്ക് നിങ്ങൾ, ഹദീസ് തള്ളല് വലിയ തെറ്റാണെന്ന് തന്നെ കാസിമി പറയാം. അത് റസൂലുള്ളാഹിന്റെ ഹദീസാണെന്ന് എന്നവർക്ക് അറിയാം. എന്നിട്ടും ആ ഹദീസിനെ നിഷേധിക്കുകയാണെങ്കിൽ ഫഹുവ മുർത്തദ്ദുൻ. അത് ലൈഫാണോ അല്ലേന്ന് അറിയാത്തോണ്ട് നിഷേധിച്ചല്ല, അറിയാം ഇത് സ്വഹിയ ഹദീസ് തന്നെ, റാവികളൊക്കെ സ്വഹിയ, അപ്പൊ സംഗതിയൊക്കെ സ്വഹിയ തന്നെ. എന്നാലും ഇവനത് അംഗീകരിക്കണില്ല, ഇവന്റെ തലക്ക് യോജിക്കാത്ത അംഗീകരിക്കൂല. ആ പ്രവണത വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസ്. അപ്പൊ ഹദീസിനെ തീരുമാനിക്കണം അവനാന്റെ ബുദ്ധിയാണ്. അത് ഹമീദ് ചേന്നമംഗലൂരിന്റെ കഥയല്ല പറയുന്നേ അല്ലേ? അതുപോലെയുള്ള യുക്തിവാദികളും നിരീശ്വരവാദികളുമാണോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് പറഞ്ഞു കൊടുക്കണ്ടേ? ഇങ്ങനെ തെറ്റ് ആരുടെ കയ്യിലുണ്ടെന്ന് സമുദായത്തെ ബോധ്യപ്പെടുത്തണ്ടേ? എന്തേ അത് പറയാൻ കഴിയാത്തത്? എന്നിട്ട് ഇയാൾ പറയും ഇവരൊക്കെ സമുദായം സമുദായം എന്ന് കൊണ്ടെടുക്കുക. എല്ലാം ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ, പിന്നെന്തിനാ ഹദീസ്? മലപ്പുറം ജില്ലയിലുണ്ട് ഹദീസ് നിഷേധികളായ ആയിരക്കണക്കായ ആളുകൾ മലപ്പുറം ജില്ലയിലുണ്ട്. ആരാണ് ആൾക്കാർ? സമുദായം സമുദായം എന്നാ പറഞ്ഞു നടക്കുന്നത്. ഇവരൊക്കെ അവൾ പറയുന്ന പേര് സമുദായം എന്നാ. ഹദീസ് നിഷേധികളായ ആരാണ് ഈ ഹദീസ് നിഷേധിക്കുന്നത്? അത് ചേകന്നൂര് മാത്രാണോ? കാദ്യാനികൾ മാത്രാണോ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പെന്താണ് ആളുകളിടയിൽ കാര്യം പറഞ്ഞു എന്ന് വരുത്തി തീർക്കുക. എന്നാൽ മുമ്പിലുള്ള വിവിധ ചിന്താഗതിക്കാരായ ആളുകളുടെ കയ്യടി നഷ്ടപ്പെടും ചെയ്യരുത്. ഇതിനുള്ള ചപ്പടി വിദ്യയാണ് ഈ നടത്തുന്നത്. ഇതാണ് ഈ തന്ത്രം. ഇത് ആളുകളുടെ ഇടയിൽ കയ്യടി കിട്ടാനും നിലനിൽപ്പ് നേടാനുമുള്ള ചില പരിപാടികളാണ്. എന്നിട്ടോ ഇവിടെ ആരാണ് ഇവരെയൊക്കെ സമുദായം സമുദായം വന്ന് കൂട്ടിപ്പിടിക്കുന്നത്? കാന്തപുരം ഉസ്താദ് പറഞ്ഞു അങ്ങനെ ഒരു സാമുദായിക ഐക്യൊന്നും ഇത്തരം വിഷയം നിലനിർത്തിക്കൊണ്ട് വേണ്ട. അവര് മുബ്തദീങ്ങളാണ്, അവര് വിധേയികളാണ്. അതുകൊണ്ട് അവരങ്ങനെ തന്നെ നിർത്തണമെന്നാണ് ഇസ്ലാമിന്റെ നിലപാട്. അതാണ് സമസ്ത പഠിപ്പിച്ചത് എന്ന് കാന്തപുരം ഉസ്താദ് പറഞ്ഞു. നിങ്ങൾ ശംസുൽ ഉലമ പോലും ചെയ്യാൻ മടിച്ച കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു. ശംസുൽ ഉലമയുടെ ജീവിതകാലത്ത് ഒരു വഹാബിയെ SYS എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പേരിൽ നോമ്പ് തുറക്കാനോ അവർ കത്താഴമിട്ടാനോ ശംസുൽ ഉലമ തയ്യാറായിട്ടില്ല. നിങ്ങളത് ചെയ്തു ശംസുൽ ഉലമയുടെ പേരും പറഞ്ഞുകൊണ്ട്. എവിടെ? ഇത് 1999 ഡിസംബറിലെ ചന്ദ്രികാ ദിനപത്രമാണ്. ഈ ചന്ദ്രികാ ദിനപത്രത്തിൽ പണ്ഡിതരും നേതാക്കളും ഒത്തുചേർന്ന ഇഫ്താർ സംഗമം ഹൃദ്യമായി എന്നാണ്. എന്നിട്ട് എന്താ അതിൽ പറയുന്നത്? മുസ്ലിം സൗഹൃദവേദി തീരുമാനമനുസരിച്ച് സുന്നി യുവജന സംഘം സംഘടിപ്പിച്ച ഇഫ്താറിൽ സമസ്തയുടെയും കേരള നദ്വത്തുൽ മുജാഹിദിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പ്രഗത്ഭ പണ്ഡിതന്മാർ സംബന്ധിച്ചു. ഞാൻ ചോദിക്കട്ടെ, ജനങ്ങളെ വണ്ടി കയറ്റരുത്, ജനങ്ങളെ കുതിര കളിപ്പിക്കരുത്. ഞാൻ വളരെ സ്പഷ്ടമായി ചോദിക്കുന്നു, കാന്തപുരം ഉസ്താദിന്റെ സാന്നിധ്യത്തിൽ, ഈ കാന്തപുരം ഉസ്താദിന്റെ കീഴിലുള്ള SSFന്റെയോ SYSന്റെയോ സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് ഒരു വഹാബി മൗലവിയെ, ഒരു വഹാബി സംഘടനാ പ്രവർത്തകരെ നോമ്പ് തുറക്കാനോ അത്താഴം കൊടുക്കാനോ അല്ലെങ്കിൽ ചോറൂട്ടാനോ വിളിച്ചുകൂട്ടിയത് പറയാൻ കഴിയോ? പ്രശ്നം ഇവിടെയാ. ഗണ്ണനത്തിരുന്നതല്ല, സംഭാഴത്തിലിരുന്നതല്ല, ഹജ്ജ് കമ്മിറ്റിയിലിരുന്നതല്ല, വഖഫ് ബോർഡിലിരുന്നതല്ല. അത് മറ്റൊരു ലക്ഷ്യമാണ്. അത് ശംസുൽ ഉലമയും ഇരിക്കണമെന്ന് പറഞ്ഞതാണ്. ശംസുൽ ഉലമ പാടില്ലെന്ന് പറഞ്ഞതും ചെയ്യാതെ പോയതുമായ സംഭവം ഇതാണ്. 99 ഡിസംബറിൽ നിങ്ങൾ വഹാബികളെ നിങ്ങളുടെ സംഘടനയുടെ പേരിൽ അത്താഴത്തിന് വിളിച്ചു. ഇത് സാമുദായികമായ മുഖ്യധാരയിൽ അവരെ കുടിയിരുത്തുന്നതിന്റെ ഭാഗമാണ്. ഇതോ 1999 ഡിസംബർ 20 തിങ്കളിൽ എന്ത് ചെയ്തു? വീണ്ടും ഇവർ കൂടി നോമ്പ് തുറക്കാൻ തന്നെ. അത് കഴിഞ്ഞോ വഹാബികൾ ഇവരെ നോമ്പ് തുറക്കാൻ വിളിച്ചു. അങ്ങനെ നോമ്പ് തുറക്കുന്നതിനും ഇവർ കൂടി. ഈ ഒരു ശൈലി 1999 ഡിസംബർ 27 തീയതി നോക്ക് നിങ്ങൾ. നേരത്തെ SYS ആണ് ഓട്ടൈസലിൽ ആദ്യത്തെ ഇഫ്താർ പാർട്ടി ഒരുക്കിയത്. തുടർന്ന് കേരള നദ്വത്തുൽ മുജാഹിദിൻ രണ്ടാമത്തെ ഇഫ്താർ പാർട്ടി ഐസലിൽ തന്നെ ആതിഥ്യമരുളി. ഇങ്ങനെ ഒരു ശൈലി ശംസുൽ ഉലമ പഠിപ്പിച്ചിട്ടുണ്ടോ? സമസ്തയുടെ ആദ്യകാല നേതാക്കൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ബസ് കയറി ഗണ്ണനത്തിലിരുന്നു ഹജ്ജ് കമ്മിറ്റി വഖഫ് ബോർഡ് എന്നൊക്കെ പറയുന്നത് ഈ ആദർശം നിങ്ങൾക്ക് സ്ഥാപിച്ചെടുക്കാനും ആദർശം കയ്യിലുണ്ടെന്ന് സമുദായത്തെ ബോധ്യപ്പെടുത്താനും കഴിയാത്തതിന്റെ തകരാറ്.
കാന്തപുരം ഉസ്താദ് പറഞ്ഞു അതൊക്കെ ചില രാഷ്ട്രീയ അജണ്ട വെച്ചിട്ടാ, അതൊക്കെ രാഷ്ട്രീയ അജണ്ട വെച്ചിട്ടാ. എന്തുകൊണ്ട്? ഇത് ആദർശപരമായ ഐക്യമല്ല. നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ, കാസിമി മൗലവി പറയാണ് ഇങ്ങനെ ആദർശമൊക്കാത്തത് ആർക്കാന്നൊന്നും പറയില്ല. ഇങ്ങനെ ആദർശമൊക്കാതെ കൂടുന്നത് അതൊക്കെ ചില രാഷ്ട്രീയക്കാരും പത്രക്കാരും പരിപാടിയാണ്. പത്രക്കാരെന്തിനാ കുറ്റം പറയണേ? സ്വന്തം ഏമാമാരെ ഏർപ്പാടാണ് അതൊക്കെ. അത് വിസ്മരിച്ച് ഇയാൾ പറയാ ഇങ്ങനെ പത്രക്കാർക്കൊരു ഏർപ്പാടുണ്ട്, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പാടെ കൂട്ടിയിട്ട് യോഗം വിളിക്കുന്ന ഏർപ്പാട്. ഇന്നത്തെ താല്പര്യം വെച്ചിട്ട് പത്രക്കാരെ അവരെയും കൂടി കൂട്ടിയിട്ട് യോഗം വിളിക്കണ്ടയില്ല. എല്ലാരെയും കൂട്ടിയാണ് യോഗം വിളിച്ചാൽ നമ്മൾ ഉഷാറാകും എന്നൊരു ധാരണ ഇപ്പൊ രാഷ്ട്രീയക്കാർക്ക് വന്നുപോയിരിക്കുന്നു. ശരിക്കും വന്നിട്ടുണ്ട്. സമുദായത്തിന്റെ ഉള്ളിലുള്ളവരെ കൂട്ടി പിടിക്കുക. സമുദായത്തിന്റെ രക്ഷക്ക് മുസ്ലിം സംഘടനകൾ ചോദിക്കുകയാണ് വേണ്ടത്, നന്മയാണ്. പക്ഷേ മുസ്ലിം എന്ന് പറയുമ്പോൾ ആ അഡ്രസ്സിൽ മുസ്ലിം പെടണം. മുസ്ലിമിനെ നിശ്ചയിച്ചത് അല്ലാഹു റസൂലാണ്. അവരുടെ നിയമത്തിന്റെ ഉള്ളിലും അവരുടെ നിർവചനത്തിന്റെ ഉള്ളിലും അത്തരം സംഘടനകളെ ഒതുക്കണം. ആ പരിധിയിൽ വരാത്ത ആളുകൾക്ക് മുസ്ലിം എന്ന് പറയുക സാധ്യമല്ല. ഇത് ശ്രദ്ധിക്കണം. അങ്ങനത്തെ ഒരു സ്വക്കെടുപ്പ് ഈ അടുത്ത കാലത്ത് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ദീനിലേക്ക് മടങ്ങുക, അള്ളാഹുവിലേക്കാണ് മടങ്ങിക്കോളൂ. വിഷയങ്ങളൊക്കെ അള്ളാഹു പരിഹരിക്കും. അതൊരു വർത്താന, അതൊരാൺകുട്ടികളെ വർത്താന. പക്ഷേ ഏതാണിത്? നെല്ലും പതിരും വേർതിരിച്ചു കൊടുക്കണ്ടേ? അടുത്ത കാലത്ത് തുടങ്ങിയെന്ന ശംസുൽ ഉലമന്റെ കാലത്തില്ല, അടുത്ത കാലത്ത് തുടങ്ങിയതാണ് കന്യത്തുസ്താദിന്റെ കാലത്തില്ല, പഴയ കാലത്തൊന്നുമില്ല. കാസിമി മൗലവി, താങ്കൾ വലിയ കാര്യം പറയുന്ന ആളാണെങ്കിൽ എന്തേ സ്വന്തം നേതാക്കളോട് ഇത് പറയാത്തത്? മുമ്പ് സമസ്തെടുത്ത തീരുമാനം ഇതാണ്, ആ തീരുമാനത്തിൽ നിൽക്കണം, അല്ലാതെ കണ്ട് എല്ലാരും കൂട്ടി ഐക്യണ്ടാക്കിയോണ്ട് കാര്യമല്ല. ഇല്ലാന്ന് കാന്തപുരം ഉസ്താദ് പറഞ്ഞില്ലേ? ആ പറഞ്ഞത് നടന്നില്ലേ? ആ കാലത്ത് റമദാനിലുണ്ടായ ഐക്യവേദിയൊക്കെ ഇപ്പൊ എവിടെയുള്ളത്? 4 കോണിൽ 4ആയി പിരിഞ്ഞില്ലേ? തമ്മ് തല്ലിയില്ലേ? അത് കാന്തപുരം ഉസ്താദ് പറഞ്ഞു. കാന്തപുരം ഉസ്താദ് നിഴല് നോക്കി വെടിച്ചക്കല്ല, പറയേണ്ടടുത്ത് പറയേണ്ടതുപോലെ പറയുകയും ക്രിയാത്മകമായി പ്രതികരിക്കുകയും ചെയ്തു. പക്ഷേ റഹ്മത്തുള്ളാഹി മൗലവിക്ക് എന്തേ സ്വന്തം നേതാക്കളുടെ കൈപിടിച്ച് അത് ചെയ്യരുതെന്ന് പറയാൻ ചങ്കൂറ്റമില്ലാതെ പോയത്? പറഞ്ഞാ പിന്നെ അഡ്രസ് കാണൂല. അമ്മിക്കുട്ടി വള്ളത്തിൽ പോയ മാതിരി നോരിയും മോദിയും കൂടി ഉണ്ടാവില്ല. പിന്നെ ഖുർആൻ പണ്ഡിതനാക്കാൻ ആളെ കിട്ടൂല അല്ലേ? കാന്തപുരം ഉസ്താദിനാ ബേജാറില്ല. പക്ഷേ നിങ്ങൾക്ക് തന്നെ അഭിപ്രായം ഉണ്ടല്ലോ, അങ്ങനെ കൂടിയിരുന്നോണ്ട് കാര്യമല്ല. കാരണം അവരൊന്നും ഉള്ളൊന്നല്ലാത്തവർക്ക് യോജിച്ചാൽ വിജയിക്കൂല. നിങ്ങൾക്കും ഉള്ളിലുണ്ടല്ലോ. എനിക്ക് അങ്ങനെയാണ്. ഇയാളോട് ഇയാളെ നാട്ടിലെ ഇയാളെ മഹല്ലത്തിലെ ഒരു കാരനോട് ചോദിച്ചു, അല്ല കാസിമി ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പഴയ സുന്നത്തിയമായത്തിന്റെ നിലപാട്? കാന്തപുരം എടുക്കണ തന്നെയല്ലേ? അപ്പൊ ഇയാൾ പറയാം അങ്ങനെയൊക്കെ തന്നെയാണ്. അതൊക്കെ വിഷയം കാന്തപുരം പറയുന്നത് തന്നെയാ ശരി. ഇത് ഉള്ളിൽ ഇയാൾ പറയുന്നതാ, സാക്ഷികളെ നമുക്ക് ഹാജരാക്കാൻ പറ്റുന്നതാ. ഇനി നിങ്ങൾ നോക്ക്, ഇവിടെ ഇയാൾ തന്നെ പറയാ ഉള്ളൊന്നല്ലവരെന്നും റസൂലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കുറെ ആളുണ്ടായിട്ട് കാര്യമല്ല, ഒലിപ്പ് വെള്ളത്തിൽ ഇറങ്ങണ ചണ്ടിചവറ് മാതിരിയാ. അതുകൊണ്ട് അങ്ങനെ കൂട്ടിയിരുത്തിയിട്ട് കാര്യമല്ല. അവരെ ഉള്ളൊന്നല്ല. പാമ്പ് വേല ഇതിന്റെ കൂടുതലാ. പാമ്പ് മൂർക്കനും നീർക്കോലി അണലി രാജവമ്പാരിയും ഒക്കെ അക്കൂട്ടിലുണ്ടാവും. കൂടൊന്ന് തുറന്നു നോക്കണ്ട, 440 വൈക്കാൻ പോവുക. ഇതേമാതിരി മുന്നണി കൊണ്ട് കാര്യമല്ല. അത് മൂപ്പരെന്നെ മുന്നണിനെ പറ്റി പറയാത്ത ധൈര്യമല്ല, കയ്യടി പോകും. പക്ഷെ നെതല് നോക്കിയാൾ വെടിവെക്കുന്നുണ്ട്, കണ്ടോളി. എന്താ അത് തുറന്നു പറഞ്ഞാൽ? സമൂഹങ്ങളാണ് മുസ്ലിം ഉമ്മത്തിന്റെ ഭിന്നതയോട് മുസ്ലിം ഉമ്മത്തിന്റെ ന്യൂനപക്ഷം എന്തേ കാര്യം? ഇത് ഇതൊക്കെ ഓക്കെ, അതാണ് വിഷയം. ഈ ഉള്ളൊന്നല്ലല്ലോ, ഉള്ളിലെന്തള്ളത്? മറ്റോൻ കാഫിറാണ്, ഇവൻ മുശ്രിക്കാണ്. മരിക്കാൻ നേരത്ത് വരെ മുശ്രിക്കായി മരിക്കണ്ട, മുജാഹിദായി മരിച്ചോന്ന് കത്തെഴുതിയുടെ പിൻഗാമികളാ. അതുകൊണ്ടാ ശംസുല്ലും അപ്പണിക്ക് പോകാഞ്ഞത്, കണ്ണിയത്തുസ്താദ് പോകാഞ്ഞത്. പക്ഷേ സ്വന്തം നേതാക്കളോട് എന്തേ മൗലവി ഇത് പറയാൻ കഴിയാത്തത്? നിങ്ങൾ കയ്യടിക്ക് വേള് പറയുന്നത് കൊണ്ടാണ്, കയ്യടി കിട്ടാൻ ഖുർആൻ ക്ലാസ് നടത്തുന്നതുകൊണ്ടാണ്. നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ പലരെയും സുഖിപ്പിക്കുകയാണ്. സുഖിയൻ ക്ലാസ് കൊണ്ടാണ് നിങ്ങളെ ആളുകൾ നേതാവാക്കാൻ തീരുമാനിച്ചത്. സമുദായത്തിന്റെ താല്പര്യമുള്ളത് കൊണ്ടല്ല, അത് പറഞ്ഞുണ്ടാക്കുന്ന പൊങ്ങച്ചങ്ങളാണ്. ഇതുകൊണ്ട് തന്നെയാണ്
പക്ഷേ എന്തായി? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇയാൾ വലിയ ആദർശവാദിയാന്ന് ആൾക്കാർക്ക് തോന്നണല്ലോ. ആദർശവാദിയാന്ന് ഇയാൾക്ക് തോന്നണം. ഇയാൾ വല്ലാതെ കാര്യം പറയുന്നുണ്ട്, ഇയാൾ വല്ലാതെ ആദർശം പറയുന്നുണ്ട് എന്ന് ഇയാൾക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അതിന് ഇയാൾ കണ്ട പണി എന്താ? നേരെ കാദ്യാനികളെ മേത്തുക്കെടുത്ത്. എന്നിട്ട് കാദ്യാനികളെ പറ്റി ഇയാൾ പറയാം അവര് കാഫിർ തന്നെയാണ്, അവരെ പള്ളി കയറിക്കൂടാ എന്നൊക്കെ. പക്ഷെ വഹാബിയാള് മുർത്തദീങ്ങളാന്ന് പറഞ്ഞൂടെ? വഹാബിയാള് മുർത്തദീങ്ങളാന്ന് പറഞ്ഞെടുത്തൂടെ? ജമാഅത്ത് ഇസ്ലാമി മുർത്തദിയാന്ന് പറഞ്ഞൂടെ? അത് പറഞ്ഞാ ഒക്കൂല. അപ്പൊ ഇയാൾ എന്ത് ചെയ്യാണ്? എനിക്ക് നിങ്ങളെ മാതിരി അങ്ങനെ ഒരു ആളെ നോക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ എല്ലാം പറയും, അതുകൊണ്ട് നിങ്ങളെ മാതിരി അതിര് വിട്ട വിപുലീകരണം ഒന്നുമില്ല. ആരെ മാതിരി? ഇവിടെ ഇപ്പോ അങ്ങനെ പറയുകയാണെങ്കിൽ ഇവിടെ ആരെങ്കിലും കാദ്യാനികളെ കൂട്ടിയാണ്ട് യോഗം വിളിക്കണ്ടേ? കാദ്യാനികളെ കൂട്ടി യോഗം വിളിക്കുന്ന ഒരു പ്രശ്നം ഇവിടെ അല്ല. പിന്നെന്തിനാ ഇയാൾ കാദ്യാനികളെ കൂട്ടി യോഗം വിളിക്കണത് പറഞ്ഞുകൊണ്ട്? അങ്ങനെ അതിര് വിട്ട് വിപുലീകരണം നിങ്ങളെ പോലെ എനിക്കില്ലാതെ ആർക്കപ്പോ ഉണ്ട്? ഇവിടെ ആരും ചെയ്തിട്ടില്ല. പക്ഷെ എന്താണ് ഇയാൾ ഇങ്ങനെ ജനങ്ങളെ മുമ്പിൽ മാജിക് നടത്തുക? എന്ത് ഇയാൾ ഭയങ്കര കാര്യം പറയട്ടോ, നമ്മളൊക്കെ കുറച്ച് മോശക്കാരാ, നാട്ടിലെ എല്ലാ ആനിമ്യങ്ങളും കുറച്ച് മോശ, പക്ഷെ ഇയാൾ കണ്ട കാര്യം പറയുന്ന ആളാന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇയാൾ അത് പറഞ്ഞിട്ട് പറയാണ് കാദിയാനി കാഫിർ തന്നെ. പോരാ, കാദിയാനി കാഫിർ തന്നെ. അതിലിപ്പോ ആർക്കും തർക്കല്ല. ഇവിടെ പൈലാർക്കും തർക്കല്ല. തർക്കല്ലെങ്കിൽ ഇൻകാറില്ലെങ്കിൽ പിന്നെ തേക്കിയത് അതിനനുസരിച്ച് പോരെ. കമ്പ്യൂട്ടറിന്റെ സഹായമല്ല. എത്ര വട്ടം ഇയാൾ അത് പറയുന്ന കാര്യങ്ങള്. അപ്പൊ എന്താ അത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഈമാൻ ചൂടാകും. ഭയങ്കരട്ടോ ഇയാൾ ആരെ മുന്നിലും കാര്യം പറയട്ടോ, വല്ലാത്ത മുസാഫിന്റെ നടക്കണ്ടട്ടോ പൊട്ടീസ. ശ്രദ്ധിക്കണം, ഒന്ന് ഉറക്കെ. നിങ്ങൾക്ക് ഇത് സഹകരണമില്ല എന്നാ എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് സഹകരണമില്ലെങ്കിലും ഞാൻ പറയാണ്, എനിക്ക് നിങ്ങളുടെ അതിര് വിട്ട ആ വിപുലീകരണ ബോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് തുറന്ന് പറയാണ്. ഖാദിയാനി കാഫിർ തന്നെ, 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 ഖാദിയാനി കാഫിർ തന്നെ. ഖാദിയാന്റെ പള്ളിയിൽ കയറണ്ട, ഖാദിയാനോട് സലാം പറയണ്ട, ഇല്ലെങ്കിൽ ഹബീബായ റസൂലുള്ളാഹിന്റെ സ്വർഗ്ഗത്തിൽ കിടക്കാം, ഹബീബിന്റെ കൂടെ കിടക്കാന്നോ? അപ്പൊ കണ്ടില്ല നിങ്ങള്? കാദ്യാനി കാഫിറ നീ സമുദായത്തെ പഠിപ്പിച്ച ഇയാള് പെട്ട പാടോക്കണികളെ എത്രയാ ഇയാളതിന് മസില് പിടിച്ചത് അല്ലേ? ആർക്കാപ്പതിൽ തർക്കമല്ല. ഇൻകാറുണ്ടെങ്കിലല്ലേ ഇത്ര തേക്കിയത് ആവശ്യമുള്ളൂ. അപ്പൊ എന്ത് വേണം? ഇയാൾക്ക് ആളുകളെ തെറ്റിക്കാൻ കഴിയൂല. എന്നാ ആദർശവാദി എന്ന് വരും വേണം. അതിനുള്ള നല്ല എന്താണ്? കാദ്യാനികളെ മേത്തുക്കെടുത്താൽ മതി. അതേതായാലും ക്ലാസ്സിലുണ്ടാവില്ലല്ലോ. അപ്പൊ അതിനും വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടി. ഇതിങ്ങനെ കാണുമ്പോ ചങ്ങും കൊല്ലിയും വലുതാക്കി മുമ്പ് തീർക്കുന്ന സാധുക്കൾ ഭയങ്കര കേട്ടോ. കാരണം എന്താ? എനിക്ക് നിങ്ങളെ മാതിരി അതിര് വിട്ട വിപുലീകരണം അല്ലാന്ന് ആദ്യം പറഞ്ഞു വെച്ചിക്കണല്ലോ. അപ്പൊ നമ്മളൊക്കെ മോശം തന്നെയാണ്, ഇയാൾ കുറച്ച് ഉസാറാ ഖലാസ്. എന്നിട്ടോ ഇയാൾ പറയും എനിക്ക് പ്രശ്നമല്ല, എനിക്ക് അടുത്ത കുറി ക്ലാസ് നടന്നാലും പ്രശ്നമല്ല. അങ്ങനെ ഞാനൊരാളാണ്, ഞാൻ ഭയങ്കരാണ് എന്ന് ഇയാൾ ആൾക്കാരെ പൊട്ടീസാക്കുക. അന്ന് ഞാൻ ആളെ കുറ്റം പറയലിന്റെ ലക്ഷ്യമല്ല. സമുദായത്തിന്റെ ചില കാര്യങ്ങൾ ഏറ്റെടുത്തിട്ട് ആളായി വരുന്ന ചില ആട്ടിൻ തോലണിഞ്ഞ ആളുകളാണോ ഇത്തരം ആളുകളെന്ന് ഈ വാക്കുകളിലൂടെ ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഹബീബായ റസൂലുള്ളാഹിനോട് ശ്രദ്ധിക്ക്. ഹബീബായ നബിയോട് എനിക്ക് നിങ്ങളുടെ ഒരാളോടും വിരോധമില്ല, വിധേയത്വമില്ല. എനിക്കിന്റെ ദീനിനോടാണ്. അടുത്ത നാളങ്ങളെല്ലാവരും അണ്ട് വന്നില്ല എന്ന് വിചാരം എനിക്ക് പ്രശ്നമില്ല. നിങ്ങളെ പത്രം എഴുതിയിട്ടില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. നിങ്ങൾക്ക് പ്രശ്നം തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറയും ഈ സമുദായം പറഞ്ഞ് നടക്കാത്ത ഐക്യച്ച് എന്തിനാ നേതാക്കന്മാര് പോണേ? ഏത് രാഷ്ട്രീയക്കാരാ മുമ്പില്ലാത്ത ഏർപ്പാടുണ്ടാക്കിയ സമുദായത്തോട് പറഞ്ഞു കൊടുക്കേ. എന്നിട്ടോ വീണ്ടും ഇയാൾ പറയാ സത്യം അണ്ണാക്കിന് നാവുണ്ടെങ്കിൽ ഞാൻ പറയുന്ന. നാവ് എവിടെയാന്നുള്ളത് വേറെ ചർച്ച ചെയ്യാം. പക്ഷെ ഇയാൾ പറയാണ് അണ്ണാക്കിന് നാവുണ്ടെങ്കിൽ ഞാൻ സത്യം തുറന്നു പറയും. സത്യം വിളിച്ചു പറയൽ മാത്രമാണ്, സത്യത്തോട് മാത്ര പ്രതിബദ്ധത. അത് അണ്ണാക്കിൽ നാവുണ്ടെങ്കിൽ പറയും ചെയ്യും. അതിനോരുത്തരെ പേടിക്കണം. പ്രശ്നം താങ്കൾക്ക് നല്ല പേടിയുണ്ട്, താങ്കൾ അസത്യേ പറയുള്ളൂ. സത്യം അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ ചേളാരി നിൽക്കാൻ കഴിയോ? അസരി തങ്ങൾക്ക് കഴിഞ്ഞിക്കണോ? അപ്പൊ അത് കഴിയൂല. അപ്പൊ അസത്യമേ നിങ്ങൾ പറയുന്നുള്ളൂ എന്ന് ഞാൻ നിങ്ങളെ കുറിച്ച് ആരോപണം ഉന്നയിക്കല്ല. താങ്കൾ പറയുന്ന മാതിരി ആരോപണം മൗലവി ഞങ്ങൾ പറയില്ല. നിങ്ങൾ അസത്യമേ പറയുള്ളൂ. നിങ്ങൾക്ക് ചില ആൾക്കാരോട് വ്യക്തിപരമായ വിരോധവും വെറുപ്പുണ്ട്, അത് വെച്ചേ നിങ്ങൾ സംസാരിക്കുള്ളൂ എന്ന് ഞാൻ തെളിയിച്ചു തരാം. എവിടെ? ഒന്ന് നിങ്ങൾ നോക്ക്. ഇയാളെ ക്ലാസ്സുകളിൽ വളരെ ആവേശത്തോടെ പറഞ്ഞൊരു വിഷയമാണ് പരിശുദ്ധമായ റമളാനിൽ. ആ റമളാനിൽ ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാം. നമ്മുടെയൊക്കെ നാടുകളിൽ 27-ാം രാവിന് അതിന് വലിയ പ്രാധാന്യം കൊടുത്ത് പ്രതീക്ഷിക്കാറുണ്ട്. അതുപോലെ 29-ാം രാവിനും പ്രതീക്ഷിക്കാറുണ്ട്. ഇങ്ങനെ ഒറ്റയിട്ട രാവുകളിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു രാത്രിയാണ്.
അന്ന് ഈത്തിക്കാഫിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പുണ്യമുള്ള കാര്യമാണ്, നല്ല കൂലി കിട്ടും. അതിനർത്ഥം ഒരാള് ഇനിയിപ്പോ സ്വലാത്തിയില്ല കൂലിട്ടൂലെന്നല്ല, ഒരാള് നിസ്കരിച്ചാൽ കൂലിട്ടൂലെന്നല്ല. ഈത്തിക്കാഫ് അല്ലാത്തതൊക്കെ അന്ന് ഹറാമാണ്, എവിടെയില്ല. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ തീരുമാനിച്ചു, ആലിമീങ്ങളുടെയും സാദാത്തുക്കളുടെയും കൂടെ ഇരുന്നിട്ട് സ്വലാത്തും ദിക്റും ചൊല്ലി നേരം വെളുക്കുവോളം ആ ഒരു രാത്രിയെങ്കിലും അയാത്താക്കട്ടെ. 27-ാം രാവാണെങ്കിൽ അൽഹംദുലില്ലാഹ്, അല്ലെങ്കിലും അൽഹംദുലില്ലാഹ്, ചെയ്തതിന് ഖൈർ തന്നെയാണ്. ഇത് ചെയ്തപ്പോ എന്തായി, ചില ആളുകളുടെ കാലിലോട്ട് നിന്ന് മണ്ണൊലിക്കാൻ തുടങ്ങി. എന്തേ കാരണം എന്നറിയങ്ങള്, ഖലീൽ തങ്ങൾ തൊട്ടപ്പുറത്ത് മുമ്പൊരു പള്ളിയിൽ നിന്ന് ഇനി കോണമ്പാറ, അവിടുന്ന് ഒരു മുത്തമ്പാദിക്ക് മയ്യത്തസ്കരിക്കൂല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇറങ്ങിപ്പോരേണ്ടി വന്നതാ. അന്ന് അവിടെ നിൽക്കുന്ന കാലത്ത് ഖലീൽ തങ്ങൾ പാപ്പ സ്വലാത്തും ദിക്റും ചൊല്ലി ആ പള്ളിക്ക് നല്ല വരുമാനവും സാഹചര്യവും സൗകര്യവും ഉണ്ടായി. ഖലീൽ തങ്ങൾ പാപ്പ പോന്നപ്പോ എന്ത് ചെയ്തു, അതൊക്കെ തൽക്കാലം സ്റ്റോപ്പായി ഇപ്പുറത്തേക്ക് വരാൻ തുടങ്ങി. കാരണം പള്ളിന്റെ ജോലി കണ്ടിട്ടല്ലോ, തങ്ങന്മാരെ മാറ്റം കണ്ടിട്ട് കൊടുത്തതാ. അപ്പൊ ഇവരെന്ത് ചെയ്തു, വേറൊരു മോചാരെ കൊണ്ടെന്ന് അവിടെ സ്വലാത്ത് തീരുമാനിച്ചു. പക്ഷെ സ്വലാത്ത് തീരുമാനിച്ചിട്ട് കാര്യമുണ്ടോ, മഞ്ചു മുമ്പിൽ കയ്യൊന്തിക്കാൻ പറ്റുന്നു തോന്നുന്ന ഒരാൾ കൂട്ടത്തിൽ വേണ്ടേ, അതുകൊണ്ട് ആൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. അങ്ങനെ മറ്റതങ്ങനെ മുന്നോണം പോയോണം പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഖലീൽ തങ്ങളുടെ 25-ാമത് വലിയ സമ്മേളനം നടക്കുന്നത്. ആ സമ്മേളനം ചില ആളുകൾക്ക് ചില താല്പര്യക്കുറവുണ്ടാക്കിയപ്പോൾ അവരുടെ കയ്യടി കിട്ടാൻ വേണ്ടി ഇയാൾ എന്ത് പറഞ്ഞു, ഇയാൾ പറയാണ്, ഖലീൽ തങ്ങളെ മൊന വെച്ചുകൊണ്ട് ഇയാൾ പറയാണ്, ചില ആളുകൾ 25-ാം രാവിലെ ഒരു പ്രത്യേക ലൈലത്തുൽ ഖദ്ർ ആകുമെന്ന അഭിപ്രായമൊന്നുമില്ല. ഇയാൾ വലിയ തഹ്ഖീഖ് പറയാം. ഇവിടെ ഇപ്പൊ ഖലീൽ തങ്ങൾ പറഞ്ഞിരിക്കണോ 25-ാം രാവിലെ ഇന്ന ലൈലത്തുൽ ഖദ്ർ അറിഞ്ഞാന്ന്? അല്ല, അന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന രാവാണ്, അന്ന് അത് ചെയ്യട്ടെ എന്നുള്ളതാണ്. പിന്നെ ഇയാൾ പറയാം അതൊക്കെ വിദഅത്താ. കാരണം എന്താണ്, അങ്ങനെ 25-ാം രാവ് പ്രതീക്ഷിക്കാവുന്ന ഒരു രാത്രി, അത് 29-ാം രാവാണെങ്കിലും 27-ാം രാവാണെങ്കിലും ഒക്കെ ആക്കതാ. അങ്ങനെ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാവുന്ന ഒരു രാത്രിയിൽ എന്താ ചെയ്യേണ്ടത്, അന്ന് പൊതുവായ ഒരു സ്ഥലത്തേക്ക് പോകലല്ല, പള്ളിയിൽ പോയി ഈത്തിക്കാഫിരിക്കുക വേണ്ടെന്നാണ് ഇയാൾ പറയണേ. അത് ഇയാൾ എന്തിന്റെ പേരിൽ പറഞ്ഞതാ? ദീനിന്റെ ആത്മാർത്ഥത കൊണ്ട് പറഞ്ഞതാണോ, താല്പര്യം കൊണ്ട് പറഞ്ഞതാണോ? ആണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ അത് കാണിക്കണ്ടേ? കാണിച്ചോ? ആദ്യം അയാളുടെ പ്രസംഗം നോക്ക് നിങ്ങൾ. ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് ഒരിക്കലും ബഹുമാനപ്പെട്ട ശറഅ് പറഞ്ഞിട്ടില്ല. ഇത് ഗൗരവമായി ചിന്തിക്കണം. സാധാരണക്കാരായ ആളുകളെ ഇത്തരം കാര്യത്തിൽ ആരും കബളിപ്പിക്കരുത്. പ്രത്യേകിച്ച് പണ്ഡിതന്മാർ അത് ചെയ്യരുത്. പണ്ഡിതന്മാർ അത് ഗൗരവമായി മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. എന്റെ വിനയത്തിന്റെ ഒരു അപേക്ഷ പറയുകയാണ്. 25-ാവിന് മാത്രമായി ഇങ്ങനെ ഒരു സംഗതി ആളുകളെ ലൈലത്തുൽ ഖദ്റായി നിജപ്പെടുത്തി പറയുക എന്നത് ശറഇന്റെ പരിധിക്കപ്പുറമുള്ള ഒരു സംഗതിയാണ്. ഒരിക്കലും അത് ശറഅ് അംഗീകരിക്കുകയില്ല. ഒന്ന്. ഇനി രണ്ടാമതായി, ലൈലത്തുൽ ഖദ്റാണെന്ന് ആർക്കെങ്കിലും പ്രതീക്ഷയുണ്ടെങ്കിൽ അവർ വേണ്ടത് ഏതെങ്കിലും പൊതുവായ സമ്മേളനം ആ രാത്രി നടത്തുകയല്ല. ആ ഖദ്റിന്റെ പ്രത്യേകത അവരെ പള്ളിയിലേക്ക് വിടുക എന്നതുമാണ്. ഇല്ലാത്ത ചില അനാചാരങ്ങൾ സമൂഹത്തിൽ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഗൗരവമായി ചിന്തിക്കണം. ഇതൊരു പക്ഷപാതിത്വം പറയുകയല്ല, അങ്ങനെ ധരിക്കരുത്. ഇത് താങ്കൾ സത്യം പറഞ്ഞതാണോ? ഇത് ദീനായി താങ്കൾ പറഞ്ഞതാണോ? ആണെങ്കിൽ അങ്ങനത്തെ രാത്രികളിൽ അയാൾ പൊതുസമ്മേളനത്തിൽ വരാൻ പാടുണ്ടോ? അയാൾ ജനങ്ങളെ പൊതുസമ്മേളനത്തിൽ ക്ഷണിക്കാൻ പാടുണ്ടോ? ഇല്ലല്ലോ. എന്നാ നോക്ക് നിങ്ങൾ, 25-ാം രാവിന് മാത്രമാണോ ഈ തികാവ് പുണ്യുള്ളത്? 29-ാം രാവും ആക്കട അല്ലേ? ഇയാൾ 29-ാം രാവിന് എവിടെയുള്ളത് നോക്കുങ്ങൾ. ഇയാളെ നാട്ടിലാകെ ഇയാളൊരു വാഴ പറഞ്ഞത് അതെവിടെയാണ്? ദുആ സമ്മേളനം. ദുആ സമ്മേളനം റമളാൻ 29-ാം രാവിൽ ഒക്ടോബർ 20 വെള്ളിയാഴ്ച നൂറുൽ ഹുദയിൽ. അത് പള്ളിന്റെ ഉള്ളാണോ അതോ പൊതുസ്ഥലമാണോ, പൊതുസമ്മേളനമാണോ? അപ്പൊ ഖാസിമി താങ്കൾ ജനങ്ങളെ പൊട്ടിസാക്കല്ലേ? ആരുടെയോ കയ്യടി കിട്ടാൻ വേണ്ടി കള്ളം വിളിച്ചുവെന്നേ? ജനങ്ങളോട്, സമൂഹത്തോട് ആധികാരികമായി ഇത്തരം ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ താങ്കൾ കാഴ്ചവന്നോടുണ്ടെങ്കിൽ അതാണ് സമൂഹം കേൾക്കേണ്ടത്. കഴിയുമെന്നൊക്കെ നിങ്ങൾ 29-ാം രാവിലെ എവിടെയുള്ളത്? ഞങ്ങൾ റോട്ടുമ്പോൾ കൂടെ നടക്കുമ്പോ കണ്ണ് നന്നായി നോക്കിയിട്ടാണ് നടക്കുക. എവിടെ ഞങ്ങൾക്ക് എന്ത് കിട്ടിയാലോ അതിനനുസരിച്ച് ഞങ്ങൾക്കൊരു ഒരു ഫല അതുകൊണ്ടുണ്ടോ? വൈദ്യന്മാരെ കാടെത്താൻ ഏൽപ്പിച്ച മാതിരി നോക്കിക്കൊണ്ടേ. അങ്ങനെ അതൊക്കെ ഞങ്ങളെ കൈ കിട്ടണേ, മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് ഇതുകൊണ്ടൊക്കെ ഉപകാരം ഉണ്ടെന്ന് തിരിഞ്ഞോ? ഇതേ നിങ്ങൾ ഇങ്ങനെ കോലം കെട്ടുന്നതിന്റെ എത്രയോ മുമ്പ് ഞങ്ങളെ കൈ കിട്ടിയതാ. ഇത് എത്ര കാലം ഞാൻ പൊന്നുപോലെ സൂക്ഷിച്ചാൽ നിങ്ങൾ വെറുതെ അല്ല. ഇതേ നിങ്ങൾ പൊതുവായ സ്ഥലത്തല്ലേ. ഇനിയോ പെണ്ണ് വരുന്നത്, ഇയാളെ ഖുർആൻ ക്ലാസ്സിൽ പെണ്ണുങ്ങളെ നോക്കിക്കോളിങ്ങൾ, അത് വീഡിയോയിൽ പകർത്തി ആൾക്കാരെ കാണിച്ചു കൊടുക്കുക.
വാലിന് പെണ്ണുങ്ങൾ വരും, ഇൽമു പഠിക്കാൻ സ്വലാത്ത് നഗറിലും പെണ്ണുങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ എല്ലാ സ്വലാത്തിനും പറയുന്നു, കർശനമായ ഇസ്ലാമിക വിധിവിലക്കുകളോടെ അല്ലാതെ ഒരു പെണ്ണു വരെ വരാൻ പാടില്ല. എന്നാൽ നിങ്ങളോ അത് വീഡിയോയിൽ പകർത്തി ആൾക്കാർക്ക് കാണിക്കുക. ഈ രൂപത്തിൽ ഖലീൽ തങ്ങൾ എല്ലാ ദിവസവും പ്രഖ്യാപിക്കാറുണ്ട്, കർശനമായി വിലക്കാറുണ്ട്. ഇങ്ങനെ നിങ്ങളത് വീഡിയോയിൽ പകർത്തി പ്രചരിപ്പിക്കാറാണ് പതിവ്. എന്നാ പിന്നെ മറ്റൊന്ന്, ഇതൊക്കെ ഇയാൾ ചെയ്തിട്ട് സ്വലാത്ത് ചൊല്ലുന്ന നല്ലൊരു സാഹചര്യം അതില്ലാതെയാക്കാൻ വേണ്ടി ഇയാൾ ശ്രമം നടന്നില്ല. എന്നിട്ട് ഇതൊക്കെ നടത്തിയിട്ട് അയാൾ പറയുന്ന കാര്യങ്ങള്, ഇതൊക്കെ പറയുന്നത് ഒരു സ്വലാത്ത് ചൊല്ലണ ഭൂമിയെ പടക്കാനാണ്. പിന്നെ ഇയാൾ പറയാ, ചില ആൾക്കാർ ചോദിക്കും സ്വലാത്ത് ചൊല്ലണത് ഓർന്നില്ലേ? അതാരാ ചോദിക്കണത്? ഈ കൗമന്യാ ചോദിക്കണത്. അത് ഇയാൾ പറയുന്നത് നോക്ക്, സ്വലാത്ത് ചൊല്ലണത് ഓർന്നില്ലേ? മുസ്തഫായ നബിയെ ഇന്ന് നമ്മൾ ആദരിക്കുന്നതും പറയുന്നതും ഈ സ്വലാത്ത് ചെല്ലുന്നതും ചെല്ലിപ്പിക്കുന്നതും ഏറുന്നില്ല എന്ന് പറയുന്നവനൊന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. താങ്കളത് ചിന്തിക്കണം. ഖലീൽ തങ്ങൾ പാപ്പ 27-ാം രാവിലെ സ്വലാത്തിൽ ദിക്റും ചൊല്ലുന്നത് എന്തിന്റെ പേരിലാണ് സുഹൃത്തെ താങ്കൾ മുടക്കിയത്? അങ്ങനെ ചെയ്യാൻ പറ്റൂലെങ്കിൽ എന്തിനാ 29-ാം രാവിലെ നിങ്ങൾ പൊതുസമ്മേളനത്തിൽ വന്നത്? അന്നും ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാത്രിയല്ലേ? താങ്കൾ ഇതൊക്കെ പറയുന്നത് സ്വലാത്ത് ചൊല്ലുന്ന ഭൂമിയെ മുടക്കാനാണ്. പക്ഷേ നിങ്ങൾ പറയുന്നതോ, ഞാൻ ഇതൊക്കെ പറയുന്നത് സ്വലാത്ത് ചെയ്യുന്ന ഭൂമിനെ ഉണ്ടാക്കാനാണ്. എന്ന് പറയും മോമിനിങ്ങളെ. ഇനി നിങ്ങൾ പറയുന്നത് സ്വലാത്ത് ചെല്ലണോ? നിങ്ങൾ പറയും സ്വലാത്ത് ചെല്ലുന്ന ഒരു ഭൂമിയെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ്